ഹലോ ഹായ് നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ ഡേ 24 ആൻഡ് 25 24-ാമത്തെയും 25-ാമത്തെയും ദിവസങ്ങൾ നമ്മൾ ഒരുമിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. പതിവ് പോലെ നമ്മൾ എല്ലാ വിഷയങ്ങളും അല്ലെങ്കിൽ ഓരോ സംഭവങ്ങളും എണ്ണിപ്പെറുക്കി പറയുന്നില്ല. ഒരു ഗെയിം സ്ട്രാറ്റജിയിൽ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങളാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അറിയാലോ, സിനിമ റിലീസുകളുണ്ട്, അടുപ്പിച്ച് 2 ദിവസം ഓണം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ ഈ ബിഗ് ബോസ് അനാലിസിസ് എന്ന് പറയുന്നത് ഒത്തിരി നീട്ടിപ്പരത്തി പറഞ്ഞ് ഷൂട്ട് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒക്കെ ഉള്ളൊരു സമയക്കുറവ് കൊണ്ടാണ്. ക്ഷമിക്കുക. ഈ ഗെയിം സ്ട്രാറ്റജിയിൽ കഴിഞ്ഞ 2 ദിവസങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ആരൊക്കെ എങ്ങോട്ടൊക്കെയാണ് കൂറുമാറുന്നത്, ആരൊക്കെയാണ് ശരിക്കുള്ള പ്ലേയേഴ്സായി മാറിയിട്ടുള്ളത്, ഒരേ ഗെയിം കളിച്ച് തളർന്ന് അല്ലെങ്കിൽ ഇനി തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് തോന്നിപ്പോകുന്ന അത്രയും പരിതാപകരമായ ഗെയിം സ്ട്രാറ്റജിയിലൂടെ കടന്നു പോകുന്നവരാരൊക്കെയാണ് എന്നൊക്കെ പറയാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. എല്ലാ ഇൻസിഡൻറ്റും നമ്മൾ എണ്ണിപ്പെറുക്കി പറയുന്നില്ല. ഡേ 24ലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ രാവിലത്തെ കോൺവെർസേഷനിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. ഇപ്പം 24ലും 25ലുമായിട്ട് പ്രധാനമായി സംഭവിക്കുന്നത് നെവിൻ സ്വയം ക്വിറ്റ് ചെയ്ത് പോകുന്നു. പിറ്റേ ദിവസം ബിഗ് ബോസിനോട് മാപ്പ് പറഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം, നെവിൻ തിരിച്ചു വന്നിട്ട് എൻ്റെ പ്രേക്ഷകർ എന്നോട് പൊറുക്കിടേ എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുകയോ അല്ലെ ബിഗ് ബോസിൻ്റെ കയ്യും കാലും പിടിച്ച് വീണ്ടും മാപ്പ് പറഞ്ഞ് അങ്ങനെ അളിയുന്നില്ല. പുള്ളി ഞാൻ പോയി, അത് അങ്ങനെ പറ്റിപ്പോയി, പക്ഷേ പ്രേക്ഷകരെ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്, ഞാൻ ഇനി അടിപൊളിയായിട്ട് ഗെയിം കളിക്കും, കാണിച്ചു തരാമെന്ന് പറയുന്നു. അതുപോലെ ബാക്കിയുള്ള ടീംമേറ്റ്സിനോടാണെങ്കിലും എടാ എന്താടാ എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് നിൽക്കുന്നില്ല. പുള്ളി സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് എങ്ങനെയാണോ അവിടുന്ന് പോകുമ്പോൾ ഉണ്ടായിരുന്നത് ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് തന്നെ ഗെയിം കളിക്കുന്നു എന്നാണ് ഫീൽ ചെയ്യുന്നത്. എനിവേ 24th ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവർ ഓണപ്പാട്ടൊക്കെ വെക്കുന്നത് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. മറ്റേ ഏഷ്യാനെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള രമ്യ നമ്പീശൻ പാടിയിട്ടുള്ള ആ ട്രാക്കാണ് അവർ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി മിക്കവാറും ഓണം തീരുന്നവർ ആ ട്രാക്ക് ഇടുമെന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഇടയിൽ തലേ ദിവസം ഈ ടാസ്ക് ചെയ്ത് തുടങ്ങിയ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പാവപ്പെട്ട 7 അടിമകൾ സ്വേച്ഛാധിപതികൾക്ക് വേണ്ടിയിട്ടാണ് അവർ ടാസ്ക് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ അവർ ടാസ്ക് ചെയ്ത് തളർന്ന് കുത്തി പുറത്തിറങ്ങുമ്പോഴേക്കും സ്വേച്ഛാധിപതികളിൽ ഒരെണ്ണം പിരിഞ്ഞു പോകുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ ഈ ടാസ്ക് ചെയ്യുമ്പോൾ സംഭവിച്ചിട്ടുള്ള ഒരു ഷിഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആളുകൾ പരസ്പരം സപ്പോർട്ട് ചെയ്യുകയും അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ദേഷ്യമൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആസ് എ ടീം അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുത്തിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ചെറിയ ചില വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അപ്പോൾ പോലും അവർ ഒന്നിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പശ തേക്കുന്ന പോലെയാണ്, ഫെവിക്കോൾ നല്ലോണം ഇട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും ഒട്ടുള്ളൂ എന്ന് പറയുന്ന പോലെ അവർ ഈ പിണക്കം മറന്ന് ശരിക്കും ഒന്നിക്കണമെങ്കിൽ നല്ല ഫോഴ്സ് ആവശ്യമാണ് എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാവും. എന്തായാലും അതിനുശേഷം രാവിലത്തെ സംസാരമൊക്കെ തുടങ്ങുന്നു. അനുമോൾ ആസ് യൂഷ്വൽ അവരുടെ പരാതികൾ പരിഭവങ്ങളൊക്കെ തുറക്കുന്നു. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡേ 24 തൊട്ട് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട പ്ലേയേഴ്സ് എന്ന് പറയുന്നത് അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അനുമോളല്ല, നെവിനല്ല, അല്ലെങ്കിൽ അനീഷോ അപ്പാനി ശരത്തോ ഷാനവാസോ അഭിലാഷോ ഒനീലോ ഒന്നുമല്ല, റെനയല്ല, ജിസൈലല്ല. ഇപ്പോൾ ശരിക്കും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന 2 പേരെന്ന് പറയുന്നത് ആദിലയും നൂറയുമാണ്. ഇവരുടെ രാവിലത്തെ ആ ഒരു കോൺവെർസേഷനിൽ നമുക്ക് ഏകദേശം ഒരു ടീം സ്ട്രക്ചർ കിട്ടുന്നുണ്ട്. അനീഷ് ഒഴികെ ബാക്കി എല്ലാവരും ഡിഫറെൻറ്റ് ടീമുകളായിട്ടുണ്ട്. ബിന്നി, അപ്പാനി ശരത്ത്, അക്ബർ, റെന, ജിസൈൽ, ആര്യൻ, നെവിനെ പിന്നെ നമ്മൾ ഒരു ടീമായിട്ട് കൂട്ടണ്ട. പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടത്ത് ചാഞ്ചാടും. എന്നാലും കൂട്ടത്തിൽ കുറച്ച് കൂടെ നിൽക്കുന്നതും അതുപോലെ ഒരു ഗെയിം സ്പിരിറ്റ് പുള്ളി കാണിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഈ ടീമിലാണ്. അപ്പോൾ പുള്ളിനെ നമുക്ക് ഈ ടീമിലിടാം. ഈ ടീം വളരെ സ്ട്രോങ് ആയി നിൽപ്പുണ്ട്. ഒരാൾക്കൊരു പ്രശ്നം എന്ന് വരുമ്പോൾ ഡയറക്റ്റ് കയറി സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൊള്ളലും കൊടുക്കലും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പലരും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പുകളൊക്കെ ചേർന്നിട്ടാണ് ബാക്കിയുള്ളവരും കൂടി ചേർന്ന് ഇതൊരു ഫുൾ ടീമായിട്ട് മാറുന്നത്. ആ ടീമിൽ 7 പേരാണുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ടീം, പക്ഷേ ആ ടീമിൽ 3 പേരേ ഉള്ളൂ. ഷാനവാസ് ഉണ്ട്, ഒനീലുണ്ട്, അഭിലാഷുണ്ട്. ഇതിൽ ഈ അഭിലാഷ് ഡയറക്റ്റ് ഷാനവാസ് ആസ് എ ടീം മെമ്പർ അങ്ങനെ കൊഞ്ചിച്ചിലാളിച്ച് കൊണ്ടുകിടന്ന് അങ്ങനെ ടീം മെമ്പർ ആക്കുന്നൊന്നുമില്ല. പക്ഷേ ഒനീൽ ഷാനവാസിനെ ഒരു ടീം മെമ്പറായി ഒരു പരിധി വരെ അക്സെപ്റ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ടീം ടാർഗറ്റ് ചെയ്യുന്നത് ഇവർ 3 പേരേ ഉള്ളൂ. ഓപ്പോസിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞ ടീമിൽ 7 പേരുണ്ട്. അപ്പോൾ ഇവർക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആയി നിൽക്കണമെങ്കിൽ മറ്റൊരു ടീമിൻ്റെ ആവശ്യമുണ്ട്. ആ സമയത്താണ് അവിടെ ഓൾറെഡി ഒരു ടീമായി ഫോം ചെയ്ത് നിൽക്കുന്ന കുറച്ച് ആളുകളുള്ളത്. കമ്പാരിറ്റീവ്ലി അതിൽ ഒരാൾ വളരെ മോശം സ്ട്രാറ്റജി കളിക്കുന്നതുകൊണ്ടും പിന്നെ ബാക്കിയുള്ളവർക്ക് ഒരു സ്ട്രോങ് ഗെയിം ഇതുവരെ പറയാനില്ലാതിരുന്നത് കൊണ്ടും രേണു അടക്കമുള്ള ടീം മെമ്പേഴ്സൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും കുറച്ച് വീക്കായി നിൽക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ അവരെയും കൂടി നമ്മുടെ കൂടെ ചേർത്താൽ നമുക്ക് ആൾബലം കൂടും, അംഗബലം കൂടും. അങ്ങനെ നമുക്ക് സ്ട്രോങ് ആവാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അനുമോൾ, ആദില, നൂറ, രേണു, ശൈത്യ ഈ 5 പേര് ഇവരിങ്ങനെ തപ്പി നിൽക്കുകയാണ്. ഇവരെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിർത്തുകയാണെങ്കിൽ നമ്മൾ 5, 3, 8 പേരായി. അങ്ങനെ നോക്കുമ്പോൾ അനീഷ് ഏത് ടീമിൽ കൂടെ നിൽക്കും എന്നുള്ളതാണ് ഒരു പ്രധാന വിഷയമായിട്ട് വരിക. പക്ഷേ അനീഷ് അങ്ങനെ ആരുടെയും കൂടെ പെട്ടെന്നൊന്നും ചാടി കയറി നിൽക്കാൻ സാധ്യതയില്ല. അപ്പോൾ എണ്ണത്തിൽ കൂടുതലാവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം കണ്ടുകൊണ്ട് തന്നെ ഷാനവാസിൻ്റെ ഭാഗത്തുനിന്നും അഭിലാഷിൻ്റെ ഭാഗത്തുനിന്നും മുനീലിൻ്റെ ഭാഗത്തുനിന്നൊക്കെ അനുവിനെയും ശൈത്യവും ഒക്കെ തങ്ങളുടെ ടീമിൻ്റെ ഭാഗമാക്കി നിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു 5, 3, 8 പേരായി മാറാനുള്ള ഒരു പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ഇനി ഇതിൽ നെവിൻ ക്വിറ്റ് ചെയ്തു പോകുന്ന
ആ സംഭവങ്ങളും സമയവും എല്ലാം കൂടി എടുത്ത് നോക്കുമ്പോൾ നമ്മൾ അവിടെ വളരെ റേസായിട്ട് നല്ല ചാർജായിട്ട് നിൽക്കുന്ന രണ്ടുപേരെ കാണുന്നത് ആദിലയും നൂറയുമാണ്. അങ്ങനെ നെവിൻ നീ ധൈര്യം ഉണ്ടെങ്കിൽ പുറത്ത് പോടാ ഇതിങ്ങനെ പറഞ്ഞ് നെവിനെ പുറത്തെത്തിക്കുന്നത് വരെ വാശിയോടുകൂടി നിന്ന് ഫൈറ്റ് ചെയ്ത ആൾക്കാരാണ് ആദിലയും നൂറയും. ഇതിനവർ പറയുന്ന കാരണം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പിനെ സ്പ്ലിറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പറയുന്ന ആ ഒരു കാര്യമൊക്കെയാണ് ഇവർ മുന്നോട്ടെടുത്ത് വെക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴേക്കും ഷാനവാസിനൊക്കെ ഭയങ്കര വിഷമമാവുന്നുണ്ട്. ഒരു കുടുംബം തകർക്കേ എന്ന് പറയുന്നൊരു സാധനമാണ്. പക്ഷേ പുള്ളി ഇങ്ങനെ വീണ്ടും ഈച്ച സ്വഭാവമാണ്. ഇവിടെ പോയി അത് ഇട്ട് നോക്കും, അപ്പുറത്ത് പോയി അത് ഇട്ട് നോക്കും, എവിടെയാണ് ഇത് നട്ടാൻ മുളയ്ക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പുള്ളി നടത്തുന്നുണ്ട്. അപ്പോൾ പോലും ആദിലും നൂറയും പറയുന്ന റീസൺ ഇതാണ്. ഇവർ ഈ പറയുന്ന റീസൺ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റീസണാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഞാൻ തകർക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇവർ രണ്ടുപേരും നെവിനോട് ഇതിനു മുമ്പ് ഈ ഗെയിമിലുടനീളം കാണിച്ചിട്ടുള്ള ഒരു സൗഹൃദമുണ്ട്. ഇപ്പോൾ നെവിൻ ഒറ്റയ്ക്ക് കട്ട് തിന്നുന്ന സമയത്ത് നൂറ അവിടെ പോയിരുന്ന് ആ തക്കാളി ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഒരു ഫ്രണ്ട്ലി നോട്ടിൽ സംസാരിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് നോമിനേഷൻ പരിപാടികൾ നോക്കിക്കഴിഞ്ഞാലും അവർ നെവിനെ ഡയറക്റ്റായിട്ട് എടുത്തിടുകയോ അറ്റാക്ക് ചെയ്യുകയോ ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല. ആദിലെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണം പറയാനാണെങ്കിൽ ഇവർ ഈ പറയുന്ന ബഹളങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ തലേ ദിവസം ആദിലയും നൂറയും ഒക്കെ ഇരിക്കുന്ന ആ ഗ്രൂപ്പിന് നെവിൻ ഐസ്ക്രീം അടക്കം അയാൾക്ക് കിട്ടിയിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഇവർ പിണക്കം കൊണ്ടോ ദേഷ്യം കൊണ്ടോ മാറിയിരിക്കുന്നില്ല. നമ്മുടെ റിലേഷൻഷിപ്പ് വരെ തകർക്കുമെന്ന് പറഞ്ഞ അവസരം കിട്ടിയാൽ ഇവനെ നമ്മൾ പുറത്താക്കും എന്ന് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന രണ്ടുപേര് കാണിക്കുന്ന സൗഹൃദമല്ല നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഇവർ ഈ വിഷയം പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് അത്ഭുതമാണ്. നെവിൻ ഇങ്ങനെ പറഞ്ഞു, എടാ അത് പറഞ്ഞിട്ടെങ്കിൽ തമാശയായിരിക്കും, ഇവരിൽ ആരും ഞങ്ങളിത് കേട്ടിരുന്നു അല്ലെങ്കിൽ ആദിലെ നൂറയും അന്നേ എന്നോടിത് പറഞ്ഞതാ എന്ന് പറയുന്ന ഡയലോഗ് പറയുന്നേയില്ല. ഒരൊറ്റ ആൾ പോലും ഇവർ ഈ കാര്യം ഇങ്ങനൊരു സങ്കടം പോലെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത്, തമ്മിൽ സംസാരിക്കുന്നതോ അവരോട് സംസാരിക്കുന്നതോ ആയിട്ട് കേട്ടിട്ടില്ല. ആ സിറ്റുവേഷനിൽ അവരായിട്ട് എടുത്തിട്ടൊരു റീസണാണ്. എന്തുകൊണ്ടായിരിക്കും അത് ഈ ഒരു സിറ്റുവേഷനിലേക്ക് അവർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക? അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ഇങ്ങനൊരു റീസൺ പറഞ്ഞ് വേണം ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ എന്ന് അവർ തീരുമാനിച്ചത് എന്തുകൊണ്ടായിരിക്കും? നമ്മൾ ഈ ഒരു ഇൻസിഡൻറ്റ് തന്നെ വെറുതെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദിലയും നൂറയും ഇത് ചെയ്യുന്നത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയ ആളുകളുണ്ടാകും. ആ ടീം മെമ്പേഴ്സിൽ പലരും അത് കണ്ട് ഞെട്ടിയിട്ടുമുണ്ട്. എന്തുകൊണ്ടായിരിക്കും അവർക്ക് ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടാവുക എന്ന് ആലോചിച്ച് നോക്കിയേ. ആദിലയും നൂറയും നമ്മൾ ആദ്യം കാണുന്നത് അവർ ഫാമിലീസിന് വേണ്ടി അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ കുടുംബാംഗങ്ങളെ കാണാൻ വേണ്ടിയിട്ട് പോയിൻറ്റ്സ് പോയാലും കുഴപ്പമില്ല, ഞങ്ങളുടെ ടീംമേറ്റ്സിൻ്റെ ഫാമിലി വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന, എവിടെയും ഒരു സ്ഥലത്തും പോയിരുന്ന് ബാക്കിയുള്ളവരുടെ കുറ്റങ്ങൾ ചർച്ച ചെയ്യാതിരുന്ന, അങ്ങനെ വളരെ നന്നായി എന്ന് വെച്ചാൽ നല്ല സൗഹൃദത്തിൽ എല്ലാവരോടും വളരെ സ്നേഹത്തിൽ പൊക്കൊണ്ടിരുന്ന ആളുകളാണ്. ഇവരുടെ ഒരു ഫയർ ബ്രാൻഡ് പ്രകടനം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രകടനം ഇവരുടെ ഭാഗത്തുനിന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഇവർക്ക് ഈ ചേഞ്ച് സംഭവിക്കുന്നത് ബിഗ് ബോസ് ഇവരെ രണ്ട് പേരാക്കി മാറ്റിയപ്പോഴാണ്. രണ്ടുപേരും കൂടി ഒരു ടീമായി കളിക്കുന്ന സമയത്ത് മുഴുവൻ അവർ എല്ലാ പ്രശ്നങ്ങളുമൊക്കെ തീർക്കുന്ന, എല്ലാവരും സൗഹൃദത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന, സ്നേഹം മാത്രം, മറ്റേ പൂമ്പാറ്റകളായിരുന്നു. പൂമ്പാറ്റകളെ എപ്പോൾ സ്പ്ലിറ്റ് ചെയ്തോ അപ്പം മുതൽ അവർ കുന്തമൊളിപ്പിച്ച് വെച്ച കടന്നലിനെ പോലെയായി എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടുപേരും ചെയ്യുന്നത് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അനുമോളുടെ കൂടെ ഇരിക്കുമ്പോൾ അനുമോൾക്ക് ഇഷ്ടമല്ലാത്ത ആളുകൾ ആരൊക്കെയാണോ അവരെക്കുറിച്ച് സംസാരിക്കും. പക്ഷേ ഇപ്പോൾ ആദിലേക്കോ നൂറയ്ക്കോ അറിയാവുന്ന കാര്യങ്ങൾ ഈ അനുമോൾക്ക് അറിയാത്ത കാര്യങ്ങൾ അവിടെ വന്നിരുന്ന് പറയില്ല. അനുമോളുടെ അടുത്ത് ഇട്ട് കൊടുക്കും, എന്നിട്ട് അനുമോളെ കൊണ്ട് പറയിക്കും. അതിൻ്റെ കൂടെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കുക എന്നുള്ള കാര്യമാണ് ഇവർ ചെയ്യുന്നത്. ഇതേ ആൾക്കാർ തന്നെ ജിസേലിൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ അനുമോളുടെ ടീമല്ല, ഞങ്ങൾ നിഷ്പക്ഷരായി നിൽക്കുന്ന ആളുകളാണ്, അപ്പോൾ അനുമോളുടെ ഭാഗത്ത് ഇന്ന മിസ്റ്റേക്കുകളുണ്ട് അതവർ പറയും. പക്ഷേ ആ പറയുന്നത് ജിസേലിന് അറിയാത്ത കാര്യങ്ങളല്ല, ജിസേലിന് ഓൾറെഡി അറിയാവുന്ന, ജിസേലിന് അനുമോളോട് വിദ്വേഷം ഉണ്ടാക്കിയിട്ടുള്ള, ജിസേൽ ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ശരിവെച്ചുകൊണ്ടാണ് ഇവർ സംസാരിക്കുക. അതായത് അവരുടെ ഉള്ളിലൊരു കനൽ കിടപ്പുണ്ട്. അനുമോളുടെ ആണെങ്കിലും ജിസേലിൻ്റെ ആണെങ്കിലും ബാക്കി ആരുടെ കാര്യം എടുത്ത് നോക്കിയാലും എല്ലാവരുടെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കനലുകൾ കിടപ്പുണ്ട്. ഈ കനൽ ഊതി ഒന്ന് ആളി കത്തിച്ച് വെക്കുക എന്നുള്ളതാണ് ഇവർ രണ്ടുപേരും ചെയ്യുന്നത്. എന്നാൽ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവർ അനുമോളോടാണ് ഇപ്പോൾ മൊത്തത്തിൽ എല്ലാവരുടെ ഒരു കണ്ണിൽ നോക്കുമ്പോൾ അനുമോൾക്കൊപ്പമാണ് ആദിലയും നൂറയും നിൽക്കുന്നത് എന്ന് പറയുന്നൊരു ഇമേജാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ടാവാം. ഒരു വളരെ പ്രധാനപ്പെട്ട കാരണം അനുമോളെയാണ് ഇപ്പോൾ എല്ലാവരും കൂടി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കയ്യിലിരിപ്പോണ്ട് വാങ്ങിക്കുന്നതാണ്, അല്ലാതൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ അനുമോൾക്ക് അവിടെ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കാനുള്ള സാഹചര്യമുണ്ട്. ഞാൻ എല്ലാവരും ഇന്ന് ഒറ്റപ്പെടുകയാണ്, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കൂ എന്ന് പറഞ്ഞ് അങ്ങനെ പൊതുജനത്തിൻ്റെ സപ്പോർട്ടൊക്കെ കിട്ടി ഈ പറയുന്നൊരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയിൽ കൂടുതൽ ഫാൻസിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ളൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഇവർ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അനുമോളുടെ ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ആവില്ല. മാത്രമല്ല എല്ലാവരാലും ആക്രമിക്കപ്പെടുന്ന ഒരാൾക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള വോട്ടുകളും ഉണ്ട്. മാത്രമല്ല ഇവരിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് രണ്ടുപേരും അനുമോളുമായിട്ട് നിൽക്കുന്നില്ല, ബാക്കിയുള്ളവരുമായിട്ട് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അനുമോളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന
വീഴ്ചകൾക്ക് അനുമോൾക്കെതിരെ ഇവർ ശബ്ദം ഉയർത്തേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? അനുമോൾ വീണ്ടും ഒറ്റപ്പെടുകയാണ്. ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അവിടെ വിജയിക്കുകയാണ്. ഇവരുടെ ഗെയിമിന് മറ്റുള്ളവരുടെ നിന്ന് മാറിയിട്ട് ഒരു സ്പെഷ്യൽ സംഭവം ഇല്ലാതായിപ്പോൾ. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ അനുമോള് ജിസയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വഴക്കുകൾ, അടുക്കള വഴക്കുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആദില അനുമോളെ ചോദ്യം ചെയ്യുമ്പോൾ പോലും പബ്ലിക്കിന് ഇട്ട് കൊടുക്കുന്നില്ല, അതായത് ബാക്കിയുള്ളവർക്ക് ഇട്ട് കൊടുക്കുന്നില്ല. നിനക്ക് ഇതുകൊണ്ടല്ലേ നീ ഇത് ചെയ്യാത്തത് എന്ന അനുമോളോടാണ് ചോദിക്കുന്നത്. അതുപോലെ അനുമോൾ അടുക്കളയിൽ കയറാതിരിക്കുന്ന സമയത്ത് നൂറ അപ്പാനി ശരത്തിൻ്റെ അടുത്ത് ചെറുതായിട്ടാണ് ചോദിക്കുന്നത്. ഒരു വലിയ ഇഷ്യൂ ആക്കിയിട്ട് വേണമെങ്കിൽ ഇപ്പോൾ നെവിനെ പുറത്താക്കാൻ കാണിച്ച ഊർജ്ജത്തിൻ്റെ 10-1 നൂറ കാണിച്ചിരുന്നെങ്കിൽ ഇതൊരു വലിയ വിഷയമാക്കി നൂറയ്ക്ക് പുകയ്ക്കാമായിരുന്നു. അപ്പോൾ പോലും അപ്പാനിച്ചരത്തിനോട് ചോദിക്കുന്നത്, നിങ്ങളൊരാളെ ടാസ്ക് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാതിരിക്കാമോ എന്ന് പറയുന്ന ഒരു ചോദ്യമാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇവർ വലിയൊരു ക്രൗഡിലേക്ക് ഒറ്റപ്പെടാൻ പാകത്തിന് അനുമോളെ പ്രിപ്പയർ ചെയ്ത് ഇറക്കുന്നില്ല. ഇവരുടെ ഈ സൗഹൃദം കാണുമ്പോൾ ഇത് വെറും ഒരു സ്ട്രാറ്റജിയാണ് എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇവരുടെ രണ്ടുപേരുടെയും ലൈഫ് സ്റ്റൈൽ, അവരുടെ ചോയ്സസ്. അവർ ലെസ്ബിയൻ കപ്പിൾസാണ്. അപ്പോൾ അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും ചോയ്സും ഒക്കെ അനുമോൾ പറയുന്ന ആശയങ്ങളോട് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ അനുമോൾ ഒരു കുലസ്ത്രീ ഇമേജ് തന്നെയാണ് പിടിക്കുന്നത്. നാളെ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ റിലേഷൻഷിപ്പ് അത്തരം പാറ്റേണുകളോട് എനിക്ക് താല്പര്യമില്ല എന്ന് കുടുംബ പ്രേക്ഷകരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പച്ചയ്ക്ക് തുറന്നു പറയാൻ സാധ്യതയുള്ള ആളാണ് അനുമോൾ. പിന്നെ ഈ ലൈഫ് സ്റ്റൈല് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഫ്രീഡം എന്നൊക്കെ പറയുന്നത് പോലത്തെ എലമെൻറ്റ്സ് വെച്ച് നോക്കുമ്പോൾ ആശയപരമായി ഇവർ രണ്ടുപേരും അനുമോളേക്കാൾ കൂടുതൽ ചേർന്ന് നിൽക്കേണ്ടത് ജിസൈലിൻ്റെ അടുത്താണ്. എന്നിട്ടും അവർ അനുമോൾക്കൊപ്പം നിൽക്കുന്നത് അവരുടെ സ്ട്രാറ്റജിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവർ രണ്ടുപേരും വന്ന സമയം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫാമിലി ഈസ് ഇമ്പോർട്ടൻറ്റ്, എല്ലാവരും പിണക്കമൊക്കെ മറന്ന് ഒരുമിച്ചിരിക്കണം, കുടുംബത്തെ സന്തോഷത്തോടുകൂടി അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടുകൂടി നിൽക്കണം എന്നൊക്കെയാണ്. ആ ആളുകളാണ് അനുമോൾ ഓടി നടന്ന് ബാക്കിയുള്ളവരുടെ അപ്പനും അമ്മയ്ക്കും വരെ വിളിക്കുന്ന പോലെ കുടുംബത്തെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് മുഴുവൻ കേട്ടോണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിൽക്കുന്നത് റെനയുടെ ഫാമിലിയെ പറയാം, ആര്യൻ്റെ ഫാമിലിയെ പറയാം, അക്ബറിൻ്റെ ഫാമിലിയെ പറയാം, അപ്പാനിശരത്തിൻ്റെ ഫാമിലിയെ പറയാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു ഫാമിലി അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നതെങ്കിൽ അനുമോൾ ആക്രമിക്കുന്ന അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ വിഷമിക്കുമല്ലോ എന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളുകൾക്കൊപ്പം അല്ലേ ആദിലയും നൂറയും നിൽക്കേണ്ടത്. ആദിലയും നൂറയും അവരുടെ ഗെയിം എന്താണ് എന്ന് പച്ചയ്ക്ക് തുറന്നു പറയുന്നൊരു സമയമുണ്ട്. പക്ഷേ അടുത്തിരുന്നവർക്കൊന്നത് കിട്ടിയില്ല എന്നാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഒരു കോൺവെർസേഷൻ്റെ ഇടയിൽ ആദില നൂറയോട് പറയുന്നത്, ഒരു വടി കിട്ടുമ്പോൾ അടിക്കണം, വെറുതെ അടിക്കരുത്, അങ്ങനെ വെറുതെ അടിച്ചു കഴിഞ്ഞാൽ അത് പിടിച്ച് തൂങ്ങാൻ പറ്റില്ല എന്നാണ് ആദില നൂറയോട് പറയുന്നത്. ഇതവിടെ അനുവും കൂടി ഇരിപ്പുണ്ട്. പക്ഷേ ആദില ഇത് പറയുന്നത് നൂറയോടായിട്ടാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പോൾ അനുമോളും നെവിനും തമ്മിലുള്ള ക്ലാഷ്, അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ജിസയിലും അനുവും തമ്മിലുള്ള ഒരു വഴക്കായിട്ടാണ്. അപ്പോൾ ജിസൈലിൻ്റെ അടുത്ത് അനുമോൾ പെരുമാറിയത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് നെവിൻ ബഹളം വെക്കുന്നു. അങ്ങനെ ആ ഒരു ബഹളം കുറച്ചൊന്ന് കൂടി വന്ന സമയത്ത് ഇവർ നേരെ അനുമോളോട് പോയി ചോദിക്കുന്നുണ്ട്, അനുമോളെ നിനക്ക് പുറത്ത് പോകണോ? അപ്പോൾ അനുമോൾ എനിക്ക് പുറത്ത് പോകണ്ട എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഡീൽ. അവിടെ നമ്മൾ ഇനി തൊട്ടിട്ട് കാര്യമില്ല. നെവിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ പൊക്കോളാം എന്ന് പറയുന്നു, വെല്ലുവിളിക്കുന്നു. അവർ അടിക്കാൻ കിട്ടിയ വടിയായിട്ടാണ് അത് സ്വീകരിച്ച് അവർ നല്ലോണം അടിച്ചു എന്ന് പറഞ്ഞാൽ പൊതിരെ തല്ലി അതിൽ പിടിച്ച് തൂങ്ങി. അങ്ങനെ നെവിൻ പുറത്തേക്ക് ഓടി പോകേണ്ടി വന്നു. അവരേതെങ്കിലും ഒരു സ്പേസിൽ ഒന്ന് താണു നിന്നിരുന്നെങ്കിൽ, നെവിനെ അതൊക്കെ വിട്ടേക്ക്, അത് സാരമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ നെവിൻ പോകാതിരുന്നേനെ. നെവിൻ്റെ ഈഗോയെ അല്ലെങ്കിൽ ആ ഒരു ടൈം സ്പേസ് അതിനെ വളരെ കലുഷിതമാക്കി വെച്ചുകൊണ്ട് അയാൾ അത്രയും പ്രഷറൈസ് ചെയ്ത് തല്ലി അയാളെ പുറത്തേക്ക് ഇറക്കുന്നത് ആദിലയും നൂറയും കൂടിയാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ, അവിടുന്ന് തിരിച്ചു കയറി വന്നവരാരും ആദിലയും നൂറയും ക്വസ്റ്റ്യൻ ചെയ്തു. പക്ഷേ അതിനപ്പുറത്തേക്ക് ആദിലയും നൂറയും പുറകെ നടന്ന് ആക്രമിച്ചിട്ടില്ല. ഇതേ സംഭവം, ഇതേ സ്ട്രാറ്റജിയിൽ നെവിനെ പുറത്താക്കാൻ പറ്റിയത് അനുമോൾക്കായിരുന്നു എങ്കിൽ, അനുമോൾ ഇതിൻ്റെ ഇടയിൽ അയ്യോ എല്ലാവരും എന്നെ കുറ്റം പറയാൻ വരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അഭിനയ സ്ട്രാറ്റജി ഇറങ്ങുന്നുണ്ട്. പക്ഷേ അത് ചീറ്റിപ്പോയി. ആദിലയും നൂറയൊക്കെ പറയുന്നുണ്ട് ഇത് അനുമോളുടെ പ്രശ്നമല്ല, ഇത് ഞങ്ങളുടെ പ്രശ്നമാണെന്ന്. പക്ഷേ ഇതിനെല്ലാം ഇടയിൽ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഇത് ഞങ്ങളുടെ ഗെയിമാണ്, ഇത് ഗെയിമാണ്, ഈ ഗെയിമിൽ ഒരാൾ പോകും എന്ന് പറഞ്ഞാൽ പോകണം, ഇവരിത് ഗെയിമാണെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഈ ഓപ്പോസിറ്റുള്ള മറ്റ് ടീം അംഗങ്ങളൊക്കെ ഇവരോട് ജസ്റ്റ് ഒന്ന് സംസാരിച്ച് അല്ലെങ്കിൽ 1-2 ഡയലോഗ് പറഞ്ഞ് പോകാമെന്നുള്ളതിനപ്പുറത്തേക്ക് പുറകെ നടന്ന് ഇവരെ ടോർച്ചർ ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇവർ ആ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബാക്കി ആരെയും ഇവർ വലിയ ശത്രുക്കളാക്കി മാറ്റിയിട്ടില്ല. ഇനി ഇതിൻ്റെ പേരിൽ എന്നെ അപ്പാനിയും അക്ബറും എല്ലാവരും കൂടി ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന അനുമോളുടെ അടുത്ത് ആദിലയും നൂറയും ചെന്ന് സംസാരിക്കുന്നു. അനുമോളുടെ ഈ കരച്ചിൽ സ്ട്രാറ്റജി വർക്കാവുമെന്നും ക്യാമറ അങ്ങോട്ട് തിരിയുമെന്നൊക്കെ അവർക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കും അവരവിടെ നിന്ന് അനുമോൾക്ക് വാക്ക് കൊടുക്കുകയാണ്. അവനിവിടുന്ന് പോയത് അനുമോൾ കാരണമല്ല, ആദിലയുടെയും നൂറയുടെയും ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ്. അവർ കാരണമാണ്, ആദിലയും നൂറയും കാരണമാണ് നെവിൻ ഇവിടുന്ന് പുറത്തേക്ക് പോയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പേരിൽ ആരെങ്കിലും നിന്നെ ആക്രമിക്കാൻ വന്നാൽ എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കും എന്നൊക്കെ ആദില വാക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ
കുറച്ച് കഴിഞ്ഞിട്ട് അക്ബർ അന്വേഷിച്ച് വരുന്നുണ്ട്, എവിടെ ആ എന്താ പുറത്താക്കിയ ആളെവിടെ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രതി എവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് ആദിലെ നൂറെ സോഫയിൽ ഇരിപ്പുണ്ട്, അനങ്ങുന്നില്ല. ഈ അനുമോൾക്ക് കൊടുത്ത വാക്ക് ഇത് ഞങ്ങളുടെ ക്രെഡിറ്റ് ആണ് എന്ന് പറയുന്ന ആ സാധനത്തിന് അപ്പുറത്തേക്ക് ആ വാക്കിലൊരു വാല്യൂ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു ഗെയിം സ്ട്രാറ്റജിക്ക് അപ്പുറത്തേക്ക് അവരതിനെ പേഴ്സണലായി എടുത്തിരുന്നെങ്കിൽ, നമ്മളിതൊക്കെ കാണുമ്പോൾ വിചാരിക്കുന്ന അതാണല്ലോ, ഈ പിള്ളേർ എന്തിനാണ് ഇങ്ങനെ അനുമോളുടെ കൂടെ നടക്കുന്നത്, ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്തിൻ്റെ പേരിലാണ് എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും. പക്ഷേ അതിനപ്പുറം ഇതൊരു ഗെയിം സ്ട്രാറ്റജി മാത്രമാണെന്ന് തെളിയിക്കുന്ന ഒരു സീനാണത്. അതിൽ ആ സമയത്ത് എണീറ്റ് നിന്ന് അത് ഞാനാണോ അവനെ പറഞ്ഞു വിട്ടത്, അല്ലെങ്കിൽ നൂറ് എണീറ്റ് നിന്നിട്ട് അത് ഞങ്ങളുടെ പേഴ്സണൽ വിഷയമാണ് എന്ന് പറഞ്ഞില്ല. ഈ ആദിലെ നൂറയും അനുമോളുമായിട്ട് കമ്പനി ആകുമ്പോൾ അവിടെ കുറച്ച് ഒറ്റപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ അത് സഹിക്കാൻ പറ്റാത്ത മറ്റൊരാളുണ്ട്. അത് ശൈത്യയാണ്. ശൈത്യയുടെ എക്സ്പ്രഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അനുമോൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ശൈത്യയെ വിളിച്ചിരിക്കുക, കരയുക. അതുപോലെ ശൈത്യയ്ക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അനുമോളുടെ അടുത്ത് സെൻറ്റിമെൻറ്റ്സ് പറയുക, അനുമോൾ കുറച്ച് മോട്ടിവേഷൻ കൊടുക്കുന്നു. ഇതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ആദിലയും നൂറയും കടന്നു വരുന്നത്. ആദിലയും നൂറയും വന്ന ശേഷം ഈ ശൈത്യയ്ക്ക് കിട്ടുന്ന അനുമോളുടെ ഒരു അറ്റൻഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലൊക്കെ ഒരു ഇടിവ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രകടമായിട്ടുള്ള വ്യത്യാസം ശൈത്യയുടെ മുഖഭാവത്തിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. രേണു ആക്ച്വലി ഇപ്പോൾ ഒരു പ്രദേശത്ത് ഒരു അയൽക്കൂട്ടം ഉണ്ടാക്കി. അപ്പോൾ ആ അയൽക്കൂട്ടത്തിൽ കുറച്ച് നാൾ മുമ്പ് മാത്രം അങ്ങോട്ടേക്ക് താമസം മാറി വന്നതുകൊണ്ട് എങ്ങനെയോ ഈ അയൽക്കൂട്ടത്തിൽ പെട്ടുപോയ ഒരാൾ അപ്പുറത്തെ കൂട്ടത്തിലൊന്നും കൂട്ടുന്നില്ല, അതുകൊണ്ട് ഇപ്പുറത്തിരിക്കുന്നു എന്ന് പറയുന്ന പോലെ അവിടെ ന്യൂട്രലായി വെറുതെ ഇരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ ഗ്രൂപ്പിനോടൊപ്പം എപ്പോഴും നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് രേണു ആ ഗ്രൂപ്പിൻ്റെ ഭാഗമാവുന്നേ ഉള്ളൂ. ആദിലെ നൂറയും ശൈത്യയെ എന്തുമാത്രം ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനോടൊപ്പം ചേർത്ത് വെക്കാൻ പറ്റുന്ന ഇൻസിഡൻറ്റ്, നെവിൻ പുറത്തേക്ക് പോയി. അത് കഴിഞ്ഞ് ആദിലെ നൂറയും അവരുടെ ഒരു വിജയാഹ്ലാദം എന്നോണമാണ് അവിടെ ഒരു പ്രകടനമൊക്കെ നടത്തുന്നത്. വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ് ചില സമയങ്ങളിലൊക്കെ നൂറ ഭയങ്കര പേഴ്സണലായിട്ട് അതിനെ എടുക്കുന്നു എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. എന്തായാലും അവരുടെ ആ ഒരു ആഘോഷ പരിപാടിയിൽ ശൈത്യ ഒരിക്കലും പങ്കുചേർന്നിട്ടില്ല. നെവിൻ പോയി കഴിഞ്ഞപ്പോൾ ശൈത്യ അവിടെ പുറത്ത് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അനീഷാണ് പിന്നെ അതുപോലെ നിൽക്കുന്നത് കണ്ട് വളരെ സൈലൻ്റായി പുറത്തേക്ക് നോക്കി ആ സങ്കടത്തോടു കൂടിയുള്ള നിപ്പ് ശൈത്യയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നെവിൻ പുറത്തേക്ക് പോകാമെന്ന് പറയുന്നത് അനുമോളുടെ ഗ്യാങ്ങായി നമ്മൾ കാണുന്ന ആദിലയും നൂറയും ശൈത്യയൊക്കെ ഒരുമിച്ച് ആഘോഷിക്കേണ്ടതാണല്ലോ. പക്ഷേ ശൈത്യ അവിടെ അധികം സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. അതിന് തലേ ദിവസം ഈ പറയുന്ന സ്വേച്ഛാധിപതിയൊക്കെ കളിച്ചിട്ടും ആഹാരം കൊടുത്തു എന്ന് പറയുന്ന ഒരു കാര്യം നെവിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അറിഞ്ഞ ആഹാരം തരിക എന്ന് പറയുമ്പോഴേക്കും ഒരു സ്നേഹം അറ്റാച്ച്മെൻറ്റും ഒക്കെ തോന്നുന്ന ഒരു മാനസികാവസ്ഥ ഒരു കാരണമായിരിക്കാം. അത് കഴിഞ്ഞ് നെവിൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ നെവിനെ ആദ്യം ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നത് ശൈത്യയാണ്. അതായത് ശൈത്യയ്ക്ക് നെവിനോടുള്ള ഒരു സൗഹൃദത്തിൻ്റെ ഒരു സ്ട്രെങ്ത് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിന് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ചോർന്നു തുടങ്ങുന്ന ഒരു സൗഹൃദവും ഒരു കാരണമാണ്. ഇനി 24-ാം ദിവസം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി അനുമോളുടെ തേപ്പും ജിസേലിൻ്റെ തള്ളും. നല്ല തമ്മിൽ. ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റുള്ളത്? ആരെയാണ് ബിഗ് ബോസ് പുറത്താക്കേണ്ടിയിരുന്നത്? നെവിൻ പറയുന്ന പോലെ അനുമോളെ സ്പോട്ടിൽ എവിക്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലൊരു പ്രശ്നമാണോ ഇത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ പരിഗണിക്കേണ്ട കുറച്ച് ഫാക്ടേഴ്സും കൂടിയുണ്ട്. അതേ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം ബിഗ് ബോസും പരിഗണിച്ചിട്ടുണ്ടാവുക. ജിസേലിനെ എടുത്തു നോക്കൂ. ബിഗ് ബോസ് ഇതുവരെ പറഞ്ഞിട്ടുള്ള സകലമാന കാര്യങ്ങളും തെറ്റിക്കാൻ പറ്റുന്നിടത്തെല്ലാം തെറ്റിക്കുന്ന ഒരാളായിരുന്നു ജിസേൽ. അതും വാണിങ്ങിന് മേലെ വാണിങ് കിട്ടിയ ശേഷവും തന്നോട് പറഞ്ഞേൽപ്പിച്ചിരുന്ന കാര്യങ്ങൾ പാലിക്കാതെ പോയിരുന്ന ഒരാളാണ്. അങ്ങനെ സ്ഥിരമായി റൂൾസ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് സ്വേച്ഛാധിപതി ആയതിനു ശേഷവും അവർ മേക്കപ്പ് ഇട്ടു എന്നാണെങ്കിലും ഇവരിതേ കാര്യമാണ് ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അനുമോളെ നമ്മൾ എടുത്തു നോക്കിയാൽ അനുമോൾ ജിസേലിൻ്റെ നേരെ കൈപോക്കുന്നത് ഇതാദ്യമായിട്ടല്ല. ഇതിനു മുമ്പും ഒരു വാഗ്വാദത്തിൻ്റെ പേരിൽ ജിസേലിൻ്റെ കൈ തട്ടി മാറ്റുകയോ ജിസേലിൻ്റെ അത് നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഇത്ര ഏരിയ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു പേഴ്സണൽ ഏരിയയിലേക്ക് ഒരാളുടെ കൈ വരിക മുഖം വരിക എന്നൊക്കെ പറയുന്നത് അത് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല. അനുമോൾ അതും കടന്ന് ശരീരത്ത് സ്പർശിക്കുന്നത് ഇതിപ്പോൾ 2ാമത്തെ തവണയാണ്. അപ്പോൾ ബിഗ് ബോസ് ഈ കാര്യം നോക്കുമ്പോൾ അവർക്കൊരു ഇൻറ്റേർണൽ കമ്മിറ്റി ഉണ്ട്. അവർ വീണ്ടും ഇത് ആവർത്തിച്ച് കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ ഒരു ഓഫീസിലെ 2 എംപ്ലോയീസ് ആയിട്ട് ഇവരെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എംപ്ലോയീസിനെ കുറിച്ച് അവർക്ക് ഇനിയും പഠിക്കേണ്ടതുണ്ട്. ആ എംപ്ലോയീസിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി നോക്കണം, അവരെന്തൊക്കെ ചെയ്തിരുന്നു നോക്കണം, ആൻഡ് ഇവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെ ഒത്തിരി കാര്യം നോക്കിയിട്ട് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ബിഗ് ബോസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ജിസേൽ പറയുകയാണ്, ജിസേൽ ഇതുവരെ ഒരു റൂളും ബ്രേക്ക് ചെയ്തിട്ടില്ല. ബിഗ് ബോസ് പറയുന്നത് എന്താണോ അത് കൃത്യമായി പാലിച്ചിട്ടുള്ള ഒരാളാണ്. നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് ബിന്നിയെ എടുത്ത് നോക്കൂ. ബിന്നിയുടെ അടുത്താണ് അനുമോൾ ഇതുപോലൊരു കാര്യം ഉണ്ടാക്കുന്നതെങ്കിൽ ബിന്നി വളരെ സ്ട്രോങ് ആയിട്ട് എന്ന് പറയും, ബിഗ് ബോസ് ഇതുവരെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ എല്ലാ റൂളും ഞാൻ പാലിച്ചിട്ടുണ്ട്, ബിഗ് ബോസ് ഹൗസിൽ പാലിക്കേണ്ട എല്ലാ മര്യാദകളും ഞാൻ പാലിച്ചിട്ടുണ്ട്, അതിനുശേഷവും എന്നോട് മോശം രീതിയിൽ പെരുമാറുന്നത് ഇത് 2ാം തവണയാണ്, ഇനി എനിക്കിത് പറ്റില്ല എന്നവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ലോക്ക്ഡാണ്.
അനുമോളുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായിട്ടുള്ളത്, അതും ആവർത്തിച്ചാണ് വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളത്. അതൊരു ഒരു കടുത്ത വാണിങ്ങോ അല്ലെങ്കിൽ ഒരു സസ്പെൻഷൻ പോലൊരു കാര്യമോ അങ്ങനെ ഒന്നും അല്ലാതെ അത് തീരില്ലായിരുന്നു. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും ഈ ഹാബിച്വൽ ഒഫൻഡർ എന്ന് പറയുന്ന പോലെ സ്ഥിരമായി വീഴ്ചകൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ തീർച്ചയായും തീരുമാനമെടുക്കാൻ കുറച്ച് സമയമെടുക്കും. പിന്നെ ഇതിൽ സംഭവിച്ച ഒരു ചരിത്രപരമായ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജിസേൽ വന്നതിന് ശേഷം ഇരുന്ന് കരയുന്ന ഒരു രംഗം എല്ലാവരും കാണുകയാണ്. തൊട്ട് തലേ ദിവസം എന്താണ് കരച്ചിൽ ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ ഞാനത് പിടിച്ചു നിർത്തും മനസ്സിൽ കരയെന്ന് ജിസേൽ പറഞ്ഞത്. പിറ്റേ ദിവസം തന്നെ കരയിക്കാനുള്ളത് അനുമോൾ ഇട്ടുകൊടുത്തു എന്നുള്ളത് വിധിയുടെ വിളയാട്ടം എന്നൊക്കെ പറയുന്ന പോലെ ഒരു കാര്യമായിരിക്കും. എന്തായാലും ജിസേൽ ഇരുന്ന് കരയുന്നു. ആ സമയത്ത് അനുമോൾ അവിടെ കൂടെ ഉണ്ടായിരുന്ന ആദില, നൂറ, ശൈത്യ ഇവരിൽ ആരോ ഒരു ടീം മെമ്പറിനോട് പറയുന്നു, യോ എന്നാലും ഇരുന്ന് കരയണം നോക്ക്, കള്ളക്കണ്ണീരുണ്ട്, എനിക്കൊന്നും പറ്റില്ല കള്ളക്കണ്ണീർ ഒഴുക്കാൻ എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. ശരിക്കും അനുമോൾ ഇത് അഭിനയിക്കുന്നതല്ലെങ്കിൽ അനുമോൾക്ക് ദേശീയ അവാർഡ് കൊടുക്കണം. ജിസേൽ അതിന് കൊടുക്കുന്ന മറുപടി എന്നും കരയുന്ന നിൻ്റെ ആക്ടിംഗ് അല്ല, ഒരു തവണ കരഞ്ഞ എൻ്റെ ആണോ ആക്ടിംഗ് എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ എന്തൊക്കെ കേട്ട് കഴിഞ്ഞാലും അനുമോളുടെ കരച്ചിൽ ഒരു മുടക്കവുമില്ലാതെ അനുസ്യൂതം ഓരോ ദിവസവും മിനിമം ഓരോന്ന് വെച്ച് പൊട്ടുന്നുണ്ട്. ഇപ്പോൾ പിന്നെ കരച്ചിലിൽ നിന്ന് കുറച്ച് മാറിയിട്ട് കലിപ്പ് ടോണിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. ശരിക്കും അനുമോൾ സീരിയലിൽ അഭിനയിക്കുക മാത്രമല്ല ചെയ്തുകൊണ്ടിരുന്നത്, സീരിയലിൻ്റെ സ്ക്രിപ്റ്റും കൂടി എഴുതാറുണ്ടായിരുന്നു എന്ന് തോന്നാറുണ്ട്. ചില സമയത്ത് ഈ സന്ധ്യാസമയമൊക്കെ ആകുമ്പോഴേക്കും മറ്റേ വീട്ടുകാരാൽ കഷ്ടപ്പെടുന്ന ഇങ്ങനെ സങ്കടം കാരണം മുറ്റത്തേക്ക് നോക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ആകാശത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരു നായികയായിട്ട് മാറും. അത് കഴിയുമ്പോൾ ചിലപ്പോൾ IPS ഉദ്യോഗസ്ഥയായ സീരിയൽ നായികയായിട്ടായിരിക്കും ചില സമയത്ത് പെരുമാറുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു അമ്മായിയമ്മയായിട്ട് പെരുമാറും. പിന്നെ കുറച്ച് നേരം നെഞ്ചത്തടിയും നിലവിളിയായിട്ടുള്ള വേറൊരു പാറ്റേണിലേക്ക് മാറും. ചില സമയത്തെങ്കിലും ഹൊറർ സീരിയലിലെ ഒരു കഥാപാത്രമായിട്ട് മാറും. ഇങ്ങനെ പലതരം സ്കെയിലുള്ള കഥാപാത്രങ്ങൾ ഒരു ദിവസം തന്നെ അനുമോൾ ഒത്തിരി ഇറക്കുന്നുണ്ട്. ഇനി ഇതിൽ കൺസേണിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഡേ 24 ശ്രദ്ധിച്ചെന്താണെന്ന് വെച്ചാൽ അത് ആര്യൻ്റെ മെൻ്റൽ ഹെൽത്താണ്. ആര്യൻ ശൈത്യ കഥ പറയുന്ന സമയത്ത്, ജീവിത കഥ പറയുന്ന സമയത്ത് ചിരിച്ചു. അതിനുശേഷം പുള്ളി പറഞ്ഞത് ഓപ്പോസിറ്റ് റിയാക്ഷൻ വന്നു, അത് തനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അത് ഒരു നല്ല ന്യായീകരണമായിട്ട് ആ സമയത്ത് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നെങ്കിലും പിന്നീടുള്ള ആര്യൻ്റെ പല സമയത്തുള്ള റിയാക്ഷൻസ് കാണുമ്പോൾ, അതുപോലെ ചില സിറ്റുവേഷൻസ് ഡീൽ ചെയ്യുന്നത് കാണുമ്പോൾ പിന്നെ ആര്യൻ തന്നെ പറയുന്നുണ്ട് ഒരു റിവേഴ്സ് എഫക്റ്റ് പോലെയൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങുന്നു എന്നുള്ളത്. എനിക്കൊരു കൺസേൺ ഉണ്ട്. ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ എല്ലാ പേഴ്സണൽ സ്റ്റഫും ഇതുവരെയുള്ള ലൈഫ് സ്റ്റൈലിൽ നിന്നൊക്കെ എൻറ്റയർലി ഡിഫറൻ്റായി ഈ പറയുന്ന പോലെ ഒരു 10-20 പേരിലേക്ക് ഒതുങ്ങുമ്പോൾ ടാസ്കുകൾ മാത്രം, അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ജീവിക്കുന്നത് അടുത്ത ആൾക്ക് എന്ത് പണി കൊടുക്കാം അല്ലെങ്കിൽ വരുന്ന പണി എങ്ങനെ ബ്ലോക്ക് ചെയ്യാം എന്നൊക്കെ ചിന്തിച്ചിട്ടാവുമ്പോൾ സ്വാഭാവികമായ അവരുടെ മാനസികാവസ്ഥ അത്ര സുഖകരമായിരിക്കില്ല. അപ്പോൾ ആര്യൻ്റെ മാനസികാവസ്ഥയിൽ ഈ പറയുന്ന പോലെ ഇമോഷൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അത് കൃത്യമായി എക്സ്പ്രസ് ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്യാനും പറ്റാത്തൊരവസ്ഥയിലാണ് അയാൾ ഉള്ളതെങ്കിൽ കൺഫെഷൻ റൂമിൽ വിളിപ്പിച്ചു എന്ന് അറിയുന്നുണ്ട്. എന്നാൽ പോലും അത് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ ഉറപ്പായിട്ടും അയാൾക്ക് വേണ്ടുന്ന മെഡിക്കൽ ഹെൽപ്പ് എത്തിച്ചു കൊടുക്കേണ്ടതാണ്. അത് ആലോചിക്കുമ്പോൾ ഒരു കൺസേൺ ഉണ്ട്. ആദ്യം ഇയാൾ ഇതെന്തീ കാണിക്കുന്നത് എന്ന് പറയുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാണുമ്പോൾ പുള്ളിക്ക് ശരിക്കും വയ്യാത്തതുകൊണ്ടാണോ എന്ന് പറയുന്നൊരു തോന്നലുണ്ട്. ഒനീലിൻ്റെ ഹാപ്പി ബർത്ത്ഡേ പാടിയുള്ള കേക്ക് മുറിക്കലും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഡേ 24 ഫീൽ ചെയ്തു. കാരണം അനുമോള് ഒനീലുമായിട്ടുള്ളൊരു കമ്പനി അവർ നേരത്തെ ചെന്ന് സപ്പോർട്ടൊക്കെ അറിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടി ഭാഗമായിട്ടായിരിക്കും. എന്തായാലും ഒനീലിൻ്റെ കേക്ക് മുറിക്കുന്ന സമയത്ത് ഒരു സൈഡിൽ അനുമോൾ, ഇപ്പുറത്തെ സൈഡിൽ ജിസയിലുമായിട്ടുള്ളൊരു സൗഹൃദം ഒനീൽ അതിഭീകരമായി ആഗ്രഹിക്കുന്നു എന്നുള്ളത് പുള്ളിയുടെ പെർഫോമൻസിൽ നിന്ന് ഓരോ ഗ്രൂപ്പുകളുടെയും ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ കേൾക്കുന്നത് വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ചിലപ്പോൾ ഒരു സ്ട്രാറ്റജി ആയിരിക്കാം. എന്തായാലും കേക്ക് മുറിക്കുന്ന സമയത്ത് അനുമോൾ ഒരു കേക്കിൻ്റെ പീസ് എടുക്കുന്നുണ്ട്. അത് ഒനീലിന് കൊടുത്തിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒനീൽ പറയാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം. പക്ഷേ ജിസയിൽ അപ്പം തന്നെ കേക്ക് എടുത്ത് ഒനീലിന് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് കയ്യിലിരുന്ന കേക്ക് എന്തായാലും എടുത്ത് ഇനിയിപ്പോൾ അങ്ങോട്ട് വേണമെങ്കിൽ വേണ്ട, ഞാൻ തന്നെ കഴിച്ചേക്കാം എന്ന് പറഞ്ഞ് അനുമോൾ ആ കേക്ക് കഴിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഈ ഉന്തും തള്ളുമൊക്കെ കഴിയുമ്പോൾ ബിഗ് ബോസിൻ്റെ വക ഒരു അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. മറ്റ് സീസണുകളെ വെച്ച് നോക്കുമ്പോൾ ഈ സീസൺ വളരെ ടഫാണ് എന്ന് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് തന്നിട്ടാണല്ലോ ഇതിനകത്തേക്ക് ഞാൻ കയറ്റി വിട്ടിട്ടുള്ളത്. മത്സരങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഇത് ടഫാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതൊരു TV ഷോ ആണ് എന്നുള്ള കാര്യം മറക്കണം എന്നല്ല. ഇതിന് പുറത്തും നിങ്ങൾക്കൊരു ജീവിതമുണ്ട്. രണ്ട് രീതിയിലാണ്. ഒന്ന്, ഈ TV ഷോയ്ക്ക് പുറത്തും നിങ്ങൾക്കൊരു ജീവിതമുണ്ട്. ഈ മത്സരത്തിന് പുറത്തും നിങ്ങൾക്കൊരു ജീവിതമുണ്ട്. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന മത്സരാർത്ഥി എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സുഹൃത്തായോ ചിലപ്പോൾ മറ്റൊരു പൊസിഷനിലോ ഒക്കെ കാണേണ്ട ഒരു സാഹചര്യവും വന്നേക്കാം. അപ്പോൾ ഇതിന് പുറത്തും നിങ്ങൾക്കൊരു ജീവിതമുണ്ട്. വഴക്കുകൾ വാക്കുകൊണ്ട് മാത്രം, ശരീരം കൊണ്ടാവരുത്. ഇനി നടപടിയുണ്ടാകും. പ്രേക്ഷകരോട് ഞങ്ങൾക്കൊരു ബാധ്യതയുണ്ട് എന്നാണ് ബിഗ് ബോസ് പറയുന്നത്. അതായത് ഈ തമ്മിത്തല്ല് പ്രക്ഷേപണം ചെയ്യാതിരിക്കുക എന്ന് പറയുന്ന, അതായത് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രക്ഷേപണം ചെയ്യാതിരിക്കുക എന്ന് പറയുന്ന ഒരു ബാധ്യത പ്രേക്ഷകരോടുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ മാനസികമായിട്ടുള്ള കുറച്ച് ബാധ്യതകൾ കൂടിയുണ്ട്. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തെറി വിളിക്കുന്നത്, അല്ലെങ്കിൽ വളരെ മോശം സ്ട്രാറ്റജി ഉപയോഗിച്ച് വീട്ടുകാരെ വിളിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് പരിഹരിക്കേണ്ട ഒരു ബാധ്യത പ്രേക്ഷകരോട് ബിഗ് ബോസിനുണ്ട് എന്ന് ഞാൻ വെറുതെ ഓർമ്മിപ്പിക്കുകയാണ്. ഓർമ്മിപ്പിക്കലും വെറുതെ ആയിപ്പോവും, എന്നാലും ഓർമ്മിപ്പിക്കാം. ബിഗ് ബോസ് അവരെ ഓർമ്മിപ്പിക്കും,
ഓർമ്മിക്കുന്നു, നമ്മൾ ബിഗ് ബോസിനെ ഓർമ്മിക്കുന്നു. എന്തായാലും നെവിൻ പ്രധാന വാതിലൂടെ പുറത്തേക്ക് പോയതിന് ശേഷം കുറേ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട്. അതിൽ പല കോൺവെർസേഷൻസും നെവിൻ തിരിച്ചു വരുന്നതോടുകൂടി പ്രസക്തി ഇല്ലാതാവുന്നു എന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ നെവിൻ പുറത്തു പോയപ്പോൾ ഓൾറെഡി ശത്രുക്കളായിരുന്ന, പരസ്പരം സ്ട്രാറ്റജികൾ മെനഞ്ഞിരുന്ന പല ആളുകളും ഒരുമിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അനുമോളെയും ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പ്രഖ്യാപിച്ച അഭിലാഷും ഒനീലും അടക്കം അനുമോൾ അടക്കമുള്ള ആളുകളുടെ ഓപ്പോസിറ്റായിട്ട് ഈ ആര്യനും അപ്പാനിശരത്തും ഇവരൊക്കെ തുടങ്ങുന്ന ആ ഗ്രൂപ്പുകളുണ്ടല്ലോ, അതായത് നമ്മൾ 2 ഗ്രൂപ്പാണ് ഇന്ന് തുടക്കത്തിൽ പറഞ്ഞ ആൾക്കാർ. ഇവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതിന് പ്രസക്തി ഇല്ലാതാവുന്നത് നെവിൻ തിരിച്ചു വന്ന ശേഷം ആ ടീമുകളൊക്കെ വീണ്ടും ഉറുമ്പ് ഒരുമിച്ച് നടന്നു പോണ വഴി നമ്മൾ തെറ്റിക്കുമ്പോൾ ഉറുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വന്ന ഉറുമ്പ് അതേ വഴി പോണ കാണും എന്ന് പറയുന്നത് പോലെ ഒരു പ്രാധാന്യമേ അതിനുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അതിനെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായി പറയാത്തത്. എന്തായാലും ആ 24-ാം ദിവസം അവസാനിക്കുന്ന ആ എപ്പിസോഡ് 1 hour എപ്പിസോഡ് അവർ വൈൻഡപ്പ് ചെയ്യുന്നത് അനുമോൾ ബീയിങ് ക്ലാസിക് അനുമോൾ സ്റ്റഫ്, അവരുടെ എന്തോ ഒരു സാധനം കാണാനില്ല, അപ്പോൾ അതിൻ്റെ പേരിൽ ഉറങ്ങിക്കിടക്കുന്ന ആളുകളെയൊക്കെ വിളിച്ചെണീപ്പിക്കുക, കുറ്റപ്പെടുത്തുക, ഇങ്ങനെ ബഹളം വെച്ച് ഇങ്ങനെ നടക്കുകയാണ്. അനുമോളുടെ ഒരു സാധനം പോയാൽ പിന്നെ അവിടെ ആരും ഉറങ്ങാൻ പാടില്ല എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡിൽ മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ പറ്റും. അത് ആര്യൻ എടുത്തു എന്ന് പറഞ്ഞ് ബഹളം വെക്കുക, ആര്യൻ എടുത്തില്ല എന്ന് പറഞ്ഞ് ബഹളം വെക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പരിശോധിക്കുക. പാവ പരിസരത്ത് ഉറക്കപ്പായി എന്ന് എണീറ്റ് വന്നിട്ട് ആ മനുഷ്യൻ്റെ എക്സ്പ്രഷനൊക്കെ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. 2 മണിക്കോ മറ്റോ ആണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത സമയം വെച്ചിട്ട്. അങ്ങനെയൊന്നൊരു മനുഷ്യനോട് ചെയ്യരുത്. നിങ്ങൾക്ക് എന്തായാലും അർദ്ധരാത്രി 2 മണിക്ക് കുളിക്കാനില്ലല്ലോ. ആ സമയത്ത് ഞാൻ ആലോചിച്ചിരുന്നൊരു കാര്യം, ആസ് എ ക്യാപ്റ്റൻ അപ്പാനിശരത്ത് ജോലി ചെയ്യാൻ പറയുമ്പോൾ അനുമോള് പറയുന്നത് ഇയാൾ പോടോ, പിന്നെ പോടിയും തിരിച്ചു പറയുന്ന സമയത്ത് തൻ്റെ പെണ്ണുപിള്ളിയോട് പോയി പറ എന്ന് പറയുന്ന ഡയലോഗൊക്കെയാണ് അനുമോള് പറയുന്നത്. അതായത് ആസ് എ ക്യാപ്റ്റൻ അപ്പാനിശരത്ത് തൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ടതാണ്. അതേ ക്യാപ്റ്റൻസി ഉത്തരവാദിത്തത്തിൻ്റെ പേരിലാണ് അനുമോൾക്ക് കാണാതായ സാധനം എടുത്തു കൊടുക്കണമെന്ന് അപ്പാനിശരത്തിനോട് പറയുന്നത്. അപ്പാനിശരത്തിന് തിരിച്ചതെന്ന് പറയാമായിരുന്നു, ഞാൻ നിൻ്റെ ക്യാപ്റ്റനൊന്നുമല്ല, ഞാൻ പറയുമ്പോൾ അനുസരിക്കാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് രാത്രി ഉറക്കം കളഞ്ഞ് തപ്പാനിറങ്ങേണ്ട ഒരാവശ്യം എനിക്കില്ല അനുമോളെ, നീ മിണ്ടാതെ പൊക്കോ എന്ന് പറഞ്ഞ് ഓടിച്ചു വിടേണ്ട ഒരു സാഹചര്യം വേണമെങ്കിൽ അത് ശരത്തിന് ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ പുള്ളി ഈ പുകയും തീയൊക്കെ ഉള്ളൂന്നേ. ആളൊരു ഒരു ഒരു മറ്റേ മാടപ്രാവിൻ്റെ ഹൃദയം എന്നൊക്കെ നമ്മൾ പറയില്ലേ എന്ന് പറയുന്ന പോലെയാണ്. എന്തായാലും രാത്രി അനുമോൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ ഇവിടെ നടന്ന ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ ആ ദിവസം അവസാനിക്കുകയാണ്. ഇനി നമ്മൾ ഡേ 25ലേക്ക് പോവുകയാണ്. 25-ാം ദിവസം ആരംഭിക്കുമ്പോൾ 24-ാം ദിവസത്തിൻ്റെ ബാക്കിയായി അനുമോൾ വീണ്ടും എൻ്റെ സാധനങ്ങളിതാ, നീയാണ് കട്ടത്, നീയാണ് കള്ളൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ആരോപിക്കുന്നു. ആ സമയത്ത് ആരും സ്വാഭാവികമായും തിരിച്ച് നീയാണ് കള്ളി, ചപ്പാത്തി കള്ളി എന്ന് പറയുന്നു. അപ്പാന് ചേർത്ത് ബഹളം വെക്കുന്നു. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വൃത്തികെട്ട ആരോപണങ്ങൾ ഉന്നയിച്ച ശേഷം കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഒരുമിച്ചിരുന്ന് വർത്താനം പറയുന്നത് നമ്മൾ കാണും. അത് കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ സില്ലി ആയിട്ടുള്ള വഴക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കോ കുറച്ചും കൂടി സഭ്യമായ കണ്ടിരിക്കാൻ രസകരമായ എന്തെങ്കിലും കാര്യങ്ങളോ ഒന്നും ഇവരുടെ ഈ വഴക്കിൽ നിന്ന് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് നമ്മളിതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നില്ല. നെവിൻ്റെ തിരിച്ചുവരവാണ് ഈ എപ്പിസോഡിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും പ്രാധാന്യം അർഹിക്കുന്ന, അതായത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നെവിൻ ഓൾറെഡി ബിഗ് ബോസ് ചോദിച്ച സമയത്ത്, അതായത് അതാണോ നിങ്ങളുടെ തീരുമാനം, പ്രധാന വാതിൽ തുറന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഡയലോഗ് കേട്ടപ്പോഴേക്കും നെവിനൊന്ന് പതറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്നൊരു സിറ്റുവേഷൻ കുറേ പുള്ളി കാൽക്കുലേറ്റ് ചെയ്തൊക്കെ നോക്കിയപ്പോൾ എന്നാൽ പിന്നെ അങ്ങ് പോയേക്കാം എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡിൽ പോയതാണ്. അതായത് അന്നേരത്തെ ഒരു പ്രഷറിൻ്റെ പുറത്ത് ചെയ്തതാണ് എന്നുള്ള കാര്യം വളരെ വിസിബിളായിരുന്നു. അത് ബിഗ് ബോസിൻ്റെ അടുത്ത് പുള്ളി മാപ്പൊക്കെ പറഞ്ഞ് തിരിച്ചു കയറുന്ന സമയത്ത് പുള്ളിയുടെ സംസാരത്തിൽ വളരെ വ്യക്തവുമായിരുന്നു. പക്ഷേ തിരിച്ചു കയറിയതിന് ശേഷം പുള്ളി അത് ഡീസൻ്റായിട്ട് മാനേജ് ചെയ്തു. അവിടെ നിന്ന് അധികം മെഴുകിയില്ല. ഇതാണ് കാര്യം, ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന് കയറുന്നുണ്ട്. അതിനിടയിൽ ആദിലയും നൂറയും അനുമോളും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്നത്, മരിക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം മരിച്ചാൽ പോരെ, അവനെ പോലെ 10-15 പ്രാവശ്യം മരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറയുന്ന ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട്. ആൻഡ് ആ സീനിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ശൈത്യ ഇല്ല ഗൈസ്. ആദിലയും നൂറയും ആണ് ശരിക്കും അനുമോളെ, അതായത് ആകപ്പാടെയുള്ള ശൈത്യ എന്ന് പറയുന്ന ആശ്രയത്തിൽ നിന്ന് വരെ കുറച്ചൊന്ന് ഡിറ്റാച്ച് ചെയ്യിപ്പിച്ചെടുക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോ. നെവിൻ തിരിച്ചു വന്ന ശേഷം പുള്ളി കുളിച്ച് വൃത്തിയായി ഡ്രസ്സൊക്കെ മാറി വന്നതിന് ശേഷം ബിന്നിയും നൂറയും അപ്പാനി ചേർത്തും ഒക്കെ ഇരിക്കുന്ന ഒരു ഡിസ്കഷൻ ഉണ്ട്. ആ സമയത്തും ഈ ടീംമേറ്റ്സ് ഒക്കെ ആദിലയും നൂറയും ഈ കളിക്കുന്നത് ഗെയിമാണ് എന്ന് മനസ്സിലാക്കാതെ അവർ പറഞ്ഞത് സീരിയസ് ആയി ചിന്തിച്ച് അവരുടെ കുടുംബം തകർക്കാൻ നോക്കിയത് കൊണ്ടാണ് നെവിനോട് അവർ ആക്രമണം നടത്തിയത് എന്ന് പറയുന്ന രീതിയിലുള്ള സ്റ്റോറി വിശ്വസിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ നെവിനോട് ചോദിക്കുന്നത്, നീ അങ്ങനെ പറഞ്ഞു എന്നാണ് അവരോട് പറയുന്നത്. അപ്പം നെവിൻ പറയുന്നുണ്ട്, അവരാ പറയുന്ന പ്രാധാന്യമൊന്നും നെവിൻ ആ വിഷയം അവരോട് സംസാരിക്കുന്ന സമയത്ത് ഇല്ലായിരുന്നു എന്നുള്ളത്. അത് നമുക്കും വളരെ വ്യക്തമാണ്. കാരണം അങ്ങനെയൊക്കെ ഒരാൾ കുടുംബം തകർക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത്രയും സ്നേഹമൊക്കെ അയാളോട് കാണിക്കേണ്ട കാര്യമുണ്ടോ? ഇന്ന് നടത്തിയ അല്ലെങ്കിൽ ഇന്നലെ നടത്തിയ ആ ആക്രമണം അവർക്ക് എന്തുകൊണ്ട് മുൻപേ നടത്തിക്കൂടായിരുന്നു? ആദിലയും നൂറയും ഒക്കെ ഇവരോട് ഈ വിഷയം അവതരിപ്പിക്കുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ നെവിൻ പുറകെ നടന്ന് ഒറ്റയ്ക്കൊറ്റയ്ക്ക് കിട്ടുമ്പോൾ ഒക്കെ ക്യാൻവാസ് ചെയ്ത് ഇവരെ പിരിച്ചേ അടങ്ങൂ എന്ന് പറയുന്ന അത്രയും വിഷം അവിടെ കുത്തിവെച്ചു എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. പക്ഷേ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള കാര്യം നെവിൻ ഇവരോട് പറയുന്നുണ്ട്. പക്ഷേ
അതിൻ്റെ അർത്ഥം ഈ നിമിഷം വരെയും ആ ടീമിലുള്ള ബാക്കിയുള്ളവർക്കൊന്നും മനസ്സിലായിട്ടില്ല ആദിലയും നൂറയും ഇങ്ങനൊരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അത് ആക്ച്വലി അവരുടെ വിജയമാണെന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. അവരാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലെ ഗെയിം ശരിക്കും കളിക്കുന്ന രണ്ടുപേർ. നെവിൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു, ഇവരെ കാഷ്വലി കെട്ടിപ്പിടിക്കുന്നു, അന്നൊരു താല്പര്യമില്ലാത്ത പോലെയാണ് നിൽക്കുന്നത്. അതിനുശേഷം അനുമോളെയും കെട്ടിപ്പിടിക്കുന്നു. അത് കഴിഞ്ഞ് അനുമോളുടെ അടുത്ത് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുമ്പോൾ അത് ഒരു ഗെയിം, അതിനങ്ങനെ കണ്ടാൽ മതി എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. നെവിൻ തിരിച്ചു വന്നു, ആദിലെ നൂറെ ഹഗ് ചെയ്യുന്നുണ്ട്, അനുമോളെ ഹഗ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അനുമോളുടെ അടുത്ത് ആദിലെ നൂറയും സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് അതൊരു ഗെയിം, അതിനങ്ങനെ കാണാമെന്നാണ്. ആക്ച്വലി അത് വളരെ പേഴ്സണലായിട്ടുള്ളൊരു വിഷയമാണ് എന്ന് പറഞ്ഞാണ് ഇവരെത്രയും ഷോ അവിടെ കാണിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അത്രയും ഒരു പ്രൊവോക്കേഷൻ അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പേഴ്സണലായിട്ടുള്ള ആളുകൾ പിന്നീട് അനുമോളോട് സംസാരിക്കുമ്പോൾ പറയേണ്ടിയിരുന്നത് ഞങ്ങളുടെ കുടുംബം തകർക്കാൻ നോക്കിയവൻ തിരിച്ചു വന്നിരിക്കുകയാണ്, അവനെ നമ്മൾ ഇനി എത്രയും പെട്ടെന്ന് പുറത്താക്കണം എന്ന് പറയുന്നൊരു പുതിയ സ്ട്രാറ്റജി ഉണ്ടാക്കുകയോ അങ്ങനെ ഒന്നും അല്ല സംസാരിക്കുന്നത്. അവരതിനൊരു ഗെയിമായിട്ട് തന്നെ അനുമോളോട് അവതരിപ്പിക്കുകയാണ്. മാത്രമല്ല ഇവർക്കിത് വേണമെങ്കിൽ ബിഗ് ബോസിനോട് വരെ പറയായിരുന്നു, ഞങ്ങളുടെ കുടുംബം തകർക്കുമെന്ന് പുറകെ നടന്ന് പറയുന്ന ഒരാളോടൊപ്പം ഇങ്ങനെ തുടരാൻ പറ്റില്ല, അല്ലെങ്കിൽ അയാൾക്കെതിരെ നടപടി എടുക്കണം, അയാളെ സൈലൻ്റ് ആക്കണം, ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ പറയാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെയാണ് അവർ ഇവിടുത്തെ മാസ്റ്റർ മൈൻഡ് മാനിപ്പുലേറ്റർ അനുമോളെ പോലും മാനിപ്പുലേറ്റ് ചെയ്യുന്ന പ്രകടനമാണ് ആദിലയുടെയും നൂറയുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും ഗെയിം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബുദ്ധിക്ക് 10 പൈസ കുറവുള്ള, അല്ലെങ്കിൽ സ്വന്തം കഞ്ഞിയിൽ പാറ്റയെ വാരിയിടുന്ന പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പാനി ശരത്തും അക്ബറും റെനയും കൂടി ചേർന്നിട്ടാണ്. ഈ 3 പേരും അനുമോളുടെ പുറകെ നടന്ന് ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുക, അല്ലെങ്കിൽ റെനയും ആദിലയും ഒക്കെ ഇപ്പോൾ അക്ബർ ഇരുന്ന് പാട്ട് പാടുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അനുമോൾക്ക് ആവശ്യമില്ലാത്ത സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇവരങ്ങോട്ട് ചെന്ന് ചൊറിഞ്ഞിട്ടില്ലെങ്കിൽ ഇവർക്ക് വേറൊന്നും ചെയ്യാനില്ല. ഒരേ കാര്യം തന്നെയല്ലേ തിരിച്ചും മറിച്ചും പറയാനുള്ളൂ. എന്നെ അവരൊക്കെ നോക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ഇത് പറയാമെന്നുള്ളതിനപ്പുറത്തേക്ക് ഇവർക്കൊന്നുമില്ല. പക്ഷേ ഇവരെ പ്രൊവോക്ക് ചെയ്യുന്ന കണ്ടൻറ്റും കൂടി കിട്ടുമ്പോഴാണ് ഇത് ചേർത്ത് വെച്ച് അനുമോൾക്കും ആദിലേക്കും നൂറയ്ക്കും ഒക്കെ സ്ക്രീൻ സ്പേസ് കിട്ടുന്നത്. ഇനി സ്ക്രീൻ സ്പേസ് കിട്ടുന്നത് മാത്രമല്ല, അനുമോളെ ആരെങ്കിലും കുറ്റം പറയുന്നത് കേട്ടിട്ട് വേണം ഒരു സെൻറ്റി ട്രാക്കൊക്കെ ഇട്ട് റീലടിച്ച് മാക്സിമം PR വർക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന കുറച്ച് ഫാൻസും PR ഏജൻസികളൊക്കെ പുറത്തുണ്ട്. അതും പോരാഞ്ഞ് ഒരു കാര്യമില്ലാത്ത ഹെയ്റ്റാണ് ഇവർ വാങ്ങിച്ച് പിടിക്കുന്നത്. അതായത് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ 5 പൈസയുടെ ഗുണമില്ല. ഇത് ഇവരുടെ ബിഗ് ബോസ് ഹൗസിലെ നിലനിൽപ്പിനെയോ തുടർന്നുള്ള പോക്കിനെയോ യാതൊരു തരത്തിലും ബാധിക്കാൻ സാധ്യത അത്ര ഇല്ലാത്തൊരു കാര്യം. അതായത് ഇങ്ങനെ കളിയാക്കി എന്നുള്ളതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. എന്നാൽ അതേസമയം ആവശ്യത്തിൽ കൂടുതൽ ഹെയ്റ്റ് പുറത്തുനിന്ന് വരികയും ചെയ്യും. ഇതെല്ലാം മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇവരിങ്ങനെ പാട്ട് പാടിയും മോശം പദപ്രയോഗങ്ങൾ നടത്തിയും ഇൻസൾട്ട് ചെയ്തുമൊക്കെ അനുമോളെ ടാർഗറ്റ് ചെയ്ത് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പണി എന്തായാലും പുറത്തുള്ള ഫാൻസ് എടുക്കുന്നുണ്ടാവില്ല. ഇതിൽ ആക്ച്വലി നിങ്ങളൊന്ന് ആലോചിക്കുകയെ, റെന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ എൻറ്റയർ ഗെയിം തന്നെ മാറ്റാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഇവർ അനുമോൾക്ക് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. പക്ഷേ അനുമോളുടെ അടുത്ത് ഷൗട്ട് ചെയ്ത് ബഹളം വെച്ച്, അല്ലെങ്കിൽ അനുമോൾക്കെതിരെ ആ ഒരു ടീം കുറച്ചും കൂടി സ്ട്രോങ് ആവുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയൊക്കെ ഒരു പക്ഷേ റെനയ്ക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു. കാരണം ഇവർ ഒരു രാത്രി ഒരുമിച്ച് 7 പേര് കൂടി ഒരു ടാസ്ക് 20 പ്രാവശ്യം ചെയ്യേണ്ട ഒരു ഘട്ടമൊക്കെ വന്നപ്പോൾ നമ്മൾ ആ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്തുള്ള വിഷ്വലിനെ കുറിച്ച് പറഞ്ഞതുമാണ്. ഒനീലാണ് റെനയെ നിന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പുറമേ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു സോറി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമായിരിക്കും ഇത്. അല്ലെങ്കിൽ ഒനീൽ ചിലപ്പോൾ ഒന്ന് മയപ്പെട്ടേക്കാം. ഇനി ഇതൊക്കെ പോട്ടെ, മയപ്പെടുകയൊന്നും ചെയ്യില്ലായിരിക്കും. അഭിലാഷിനോടോ ഷാനവാസിനോടോ ചെന്നിട്ട് പറയും, ദേ കണ്ട അവളിപ്പോൾ എൻ്റെ പുറകെ മാപ്പും പറഞ്ഞ് നടക്കുകയാണ് എന്നൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും. പക്ഷേ അൾട്ടിമേറ്റ്ലി ഗുണമുണ്ടാകാൻ പോകുന്നത് റെനയ്ക്കാണ്. റെന ഒന്ന് ഒനീലിൻ്റെ അടുത്ത് മയപ്പെട്ട് ഒനീലേട്ടാന്നൊക്കെ പറഞ്ഞൊരു സ്നേഹത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒനീൽ പതുക്കെ ഇങ്ങോട്ട് ചായും. ബിക്കോസ് ഇവിടെ ഒനീൽ ഒരു നല്ല ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ജിസയിലുണ്ട് എന്നുള്ളത് പുള്ളി തന്നെ ആ ഗ്രൂപ്പിന് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു ഇമേജാണ്. അപ്പോൾ സ്വാഭാവികമായും ഒനീൽ ഇങ്ങോട്ട് ചായും. ഒനീലിനോടൊപ്പം ചിലപ്പോൾ അഭിലാഷും ഷാനവാസ് ഗത്യന്തരമില്ലാതെ ചിലപ്പോൾ ഈ ടീമിൻ്റെ ഭാഗമായിട്ട് ചേരും. അങ്ങനെ ഇവർക്ക് കുറേ കൂടി സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീമായി മാറാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. ഇനി ഇവിടുത്തെ ആൺ പ്ലെയേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്കൊക്കെ അനുമോളുടെ അടുത്തുള്ള ഒരു ഗ്രഡ്ജൊക്കെ ഉണ്ട്. ഇപ്പോൾ നെവിനെ പുറത്താക്കിയ സമയത്തൊക്കെ അത് ഒരുപാട് പുറത്തേക്ക് വന്നതാണ്. പക്ഷേ അപ്പോഴും ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജിസേലിനെ ഫ്രണ്ടിൽ നിർത്തി ജിസേലിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള രീതിയിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്ലെയറിനെ, ഒരു പെൺകുട്ടിയെ തന്നെ മുന്നിൽ നിർത്തി പിന്നെ ഒരുപാട് ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുക, ഈ പറയുന്ന ഈ പുറകിൽ നിന്ന് കുത്തലോ അല്ലെങ്കിൽ പുറകിൽ നിന്ന് കളിക്കലോ, ഇതൊക്കെയാണ് ഇവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൾട്ടിമേറ്റ്ലി ഇതും റിസൾട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. ഇവർ ഈ ആൺകുട്ടികളുടെ ഒരു ടീം അവിടെ ഉണ്ടല്ലോ, ഇപ്പോൾ അക്ബർ, അപ്പാനി ശരത്ത്, ആര്യൻ, അതുപോലെ അപ്പുറത്തെ സൈഡിൽ അഭിലാഷ്, ഒനീൽ, ഷാനവാസ്, അനുമോളെ എടുത്തങ്ങ് സൈഡിലേക്ക് വെക്കുക. അവരെന്തോ കാണിക്കട്ടെ. അവർ ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കുകയോ, തറ തുടയ്ക്കാൻ പറഞ്ഞാൽ തറ തുടയ്ക്കുകയോ, അല്ലെങ്കിൽ അവർ തന്നെ എന്തെങ്കിലും പോയിരുന്ന് കുറ്റം പറയുകയോ, എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, മൈൻഡ് ചെയ്യാതിരിക്കുക. ഞാൻ പറയുന്നത് അവരെ പണിക്കാരികളായി കാണുക എന്നുള്ളതല്ല. അവരവരുടെ ഗെയിം സ്ട്രാറ്റജി സ്വന്തമായി ഉണ്ടാക്കിയെടുക്കട്ടെ. ഇപ്പോൾ ഒരു ഗെയിമും അവർ കളിക്കേണ്ട കാര്യമില്ല. ചുമ്മാ ഇങ്ങോട്ട് വരുന്നതിന് റിയാക്ട് ചെയ്യാന്ന് പറയുന്ന ഒരു പണി മാത്രം ചെയ്താൽ മതി. അവരെ വെറുതെ വിടുക. റിയാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവർക്ക് കൊടുക്കാതിരിക്കുക. ആൺകുട്ടികളുടെ ടീമിൻ്റെ ഇടയിൽ ഈ പ്രശ്നങ്ങളുണ്ട്, പരസ്പരം വഴക്കുകളും ഗ്രഡ്ജും ഒക്കെ ഉണ്ട് എന്നുള്ളത് അവർ തന്നെ പരസ്യമാക്കിയിട്ടുള്ള കാര്യമാണ്. അതെടുത്ത് മുന്നോട്ട് വെക്കുക.
അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷൗട്ട് ചെയ്യുക, ഫൈറ്റ് ചെയ്യുക. ഇപ്പോൾ ആദ്യത്തെ 2 ആഴ്ചത്തെ കാര്യം നിങ്ങൾ എടുത്ത് നോക്കുക. അനുമോൾക്ക് പ്രത്യേകിച്ച് അവിടെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു നല്ല ഗെയിം എടുത്ത് ഇടാനില്ലാത്തതുകൊണ്ടാണ് അനുമോൾ വീട്ടിലേക്ക് കയറുന്നത്, നേരെ വീട്ടുകാരെയൊക്കെ ചീത്ത വിളിക്കുന്നത്. അപ്പോൾ അനുമോളെ നിങ്ങൾ കാണുന്നില്ല, കേൾക്കുന്നില്ല എന്ന് വിചാരിച്ച് ഇൻവിസിബിൾ ആക്കിയാൽ അനുമോൾ ആക്ച്വലി ഇൻവിസിബിൾ ആയിപ്പോവും. എന്നാൽ അതിനും മെനക്കെടാതെ എന്താണ് ഇവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സത്യം പറയാലോ, ഭയങ്കര ബോറടിയാണ്. എല്ലാ ദിവസവും അനുമോൾ വായി തോന്നിയത് വിളിച്ച് പറയുന്നു, അതിനെതിരെ ഇവർ കൗണ്ടർ അടിക്കുന്നു, പാട്ട് പാടുന്നു, ചീത്ത വിളിക്കുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തടി എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടുന്ന പോലെ പുറകെ നടന്ന് ചീത്ത വിളിക്കുന്നു. അനുമോൾ നീ പോടാന്ന് പറയുന്നു, ബഹളം വെക്കുന്നു. ഇതല്ലാതെ ഒന്നും കാണുന്നില്ല. സത്യം പറഞ്ഞാൽ മടുത്തു തുടങ്ങി. അത്രയും ബോറടി ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ മടുപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ ഗെയിം കൊണ്ട് ആർക്കും ഉപകാരം ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി അനുമോളെ എങ്ങനെയെങ്കിലും ഒന്ന് തോപ്പിക്കണം, അല്ലെങ്കിൽ അനുമോൾക്ക് പറ്റൊരു എതിരാളിയെ ഓപ്പോസിറ്റ് നിർത്തണമെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും കൂടി ചെയ്യേണ്ടത് ആ ബിന്നിയെ ഒന്ന് മുന്നിലേക്ക് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. ബിന്നിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്ട്രോങ് ആയി ഒറ്റയ്ക്ക് നിൽപ്പുണ്ട്. പക്ഷേ അനുമോൾക്കെതിരെ വളരെ സ്ട്രോങ് ആയി നിന്ന് കളിക്കാൻ പറ്റുന്ന, പോയിൻറ്റ്സ് വെച്ച് ആർഗ്യൂ ചെയ്യുന്ന, അനുമോൾക്ക് ഒരു തിരിച്ചുള്ള വർത്തമാനവും പറയാൻ പറ്റാതാക്കാവുന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരുപക്ഷെ അവിടെ വക്കീൽ എന്ന് പറയുന്നത് ശൈത്യല്ലേ. പക്ഷേ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ വാദിച്ച് ജയിക്കാൻ കരുത്തുള്ളൊരു വക്കീൽ എന്ന് പറയുന്നത് ബിന്നിയാണ്. പക്ഷേ ബിന്നിയെയും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഫ്രണ്ടിലേക്ക് വരാൻ ഇവർ സമ്മതിക്കുന്നില്ല. പല വഴക്കുകളും ഉണ്ടാകുമ്പോൾ ബിന്നി ആർഗ്യുമെൻസുമായിട്ട് അനുമോൾക്കെതിരെ നിൽപ്പുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരുത്തൻ നീ ആരാടി എന്ന് ചോദിച്ചിട്ട് വിഷയം മാറ്റിക്കളയും. ഇത് കഴിഞ്ഞ് ഡേ 25 നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ആക്ടിവിറ്റി എന്ന് പറയുന്നത് ക്യാപ്റ്റൻസി ടാസ്കിനേക്ക് വേണ്ടിയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ വോട്ട് നോമിനേഷൻ പരിപാടി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അനുമോൾക്ക് വേറെ ആർക്കും വോട്ട് കൊടുക്കണ്ട, അതായത് ആരും അങ്ങനെ ജയിക്കേണ്ട എന്ന് പറയുന്ന പോലത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു മറ്റാർക്കും നോമിനേറ്റ് ചെയ്ത് രേണുവിനെയൊക്കെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അത് വേറെ ആരും തന്നെ ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു ഓപ്ഷനാണ്. എന്നാൽ പോലും അനുമോൾ അവരുടെ ഗെയിം അങ്ങനെ കളിക്കുന്നു. പക്ഷേ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗെയിമേഴ്സ് ആദിലയും നൂറയുമാണ്. കാരണം ആദില റെനെയാണ് ക്യാപ്റ്റൻസി ടാസ്കിന് നോമിനേറ്റ് ചെയ്യുന്നത്. പക്ഷേ അവസാനം പറയുന്നുണ്ട് ഇവളുടെ ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് മാറട്ടെ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന കാണട്ടെ എന്ന് പറയുന്നതാണ്. അത് പറഞ്ഞാലും ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് നോമിനേറ്റ് ചെയ്തത് റെനെയാണ്. അനുമോൾ അവിടെ വെറുതെ ഇരിപ്പുണ്ട്, അനുമോളെ അവർ നോമിനേറ്റ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് നൂറ ക്യാപ്റ്റൻസി ടാസ്കിന് നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അക്ബറിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ അനുമോളുടെ ആജന്മ ശത്രുക്കളായി അവിടെ സ്വയം പോർട്രേ ചെയ്യുന്ന, അനുമോളും പോർട്രേ ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകളാണ്. ഇവർ രണ്ടുപേരെയും ക്യാപ്റ്റൻസി ടാസ്കിന് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. കൂടെ പറയുന്നുണ്ട് ഗ്രൂപ്പിൽ നിന്നൊക്കെ മാറട്ടെ എന്ന്. എന്തിന്? ഗ്രൂപ്പിൽ നിന്ന് മാറാനാണെങ്കിൽ ജയിൽ നോമിനേഷൻ വരുമ്പോൾ പറഞ്ഞാൽ പോരെ, ക്യാപ്റ്റൻസി ടാസ്കിന് പറയണോ? കാരണം ഇവർക്കറിയാം ഈ പറയുന്ന ആളുകൾ വോട്ട് കിട്ടി മുകളിലേക്ക് വരികയാണെങ്കിൽ അവർ ക്യാപ്റ്റൻ ആവുകയാണ്. ഇപ്പോൾ റെനയൊക്കെ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ പിന്നെ റെന വേഴ്സസ് അനുമോളായിരിക്കും നമ്മൾ കാണാൻ പോകുന്ന മെയിൻ പരിപാടി. അപ്പോൾ അവർ തമ്മിൽ തല്ലി തീർന്നോളും. നമുക്ക് നമ്മുടെ ഗെയിമൊക്കെ ആയിട്ട് എന്ന് പറയുന്ന ഒരു പരിപാടി ആദിലയുടെയും നൂറയുടെയും മനസ്സിലില്ലേ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി അഥവാ അനുമോൾ അങ്ങനെ ഔട്ടായി പോയി കഴിഞ്ഞാൽ അനുമോളുടെ വോട്ട് ബാങ്ക് അവിടെ നിൽക്കുകയാണ്. ഈ വോട്ട് ബാങ്ക് നോക്കി നിൽക്കുന്ന മറ്റൊരാൾ അവിടെ ഉണ്ട്. അത് ഈ പുള്ളി ഇന്നത്തെ ദിവസം അത്ര വിസിബിൾ ആയിട്ടില്ല, മിസ്റ്റർ ഷാനവാസാണ്. പക്ഷേ ഷാനവാസിന് പകരം അനുമോളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ അനുമോളുടെ അടുത്ത് വളരെ സ്ട്രോങ് ആയി നിൽക്കുന്ന സിംഹക്കുട്ടികൾ എന്നൊക്കെയുള്ള പേരിൽ ഇവർക്ക് ആ വോട്ട് ബാങ്ക് കിട്ടാനുള്ള ഒരു സാധ്യതയും അവർ മുന്നിൽ കാണുന്നുണ്ടാവാം. പക്ഷേ അനുമോൾക്ക് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് സെലക്ട് ചെയ്യപ്പെടാത്തതിൻ്റെ എല്ലാ സങ്കടങ്ങളും ഉണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എന്നെ ആക്കില്ലടി ഇവർ. അപ്പോൾ ശൈത്യമാണ് നിന്ന് ആശ്വസിപ്പിക്കുന്നത്, നമ്മളൊരു ക്യാപ്റ്റൻ ആണെന്ന് കരുതി അങ്ങ് ജീവിച്ചോണം എന്നൊക്കെ ഉപദേശിക്കുന്നുണ്ട്. നല്ല ഉപദേശങ്ങളാണ്. എന്തായാലും ആ കോൺവെർസേഷൻ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ആശ്വസിപ്പിച്ച് വിടുന്നു. എന്തായാലും ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകൾ ബിന്നി, റെന, നെവിൻ, ഇവർ 3 പേരുമാണ്. ഇതിൽ ആര് ക്യാപ്റ്റൻ ആയാലും സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളത് ബിന്നി ക്യാപ്റ്റൻ ആവണമെന്നാണ്. കാരണം ബിന്നി വരുമ്പോഴാണ് ഇതിൽ ഗെയിം കളിക്കാത്ത ആളുകളെ കൂടി കുത്തിപ്പൊക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന റെന, നൂറ, ആദില കോമ്പിനേഷനെ വരെ ഒരു പക്ഷേ ചൊടിപ്പിക്കാനുള്ള സാധനങ്ങൾ ബിന്നിയുടെ കയ്യിലുണ്ടാകും. കാര്യം ബിന്നി എല്ലാവരും ഒബ്സർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോഴും ബിന്നി ഒരുപാട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ഗെയിം ഇങ്ങനെ 1 hour ഷോ മാത്രം കാണുന്ന നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കണ്ടിട്ടുണ്ടാകും. സ്വാഭാവികമായും ആ എൻറ്റയർ ഗെയിമിനെ തിരിച്ചു വെക്കാൻ പറ്റുന്ന സ്ട്രാറ്റജികൾ ബിന്നിയുടെ കയ്യിൽ ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്. കഴിഞ്ഞ ക്യാപ്റ്റൻസി ടാസ്കിലാണെങ്കിലും മറ്റേ കോഴിയെ വെച്ചുള്ള ടാസ്കിലൊക്കെ ആണെങ്കിലും അവരെ ആത്മാർത്ഥമായി പണിയെടുത്തുള്ളൂ. ബിന്നി ഇറങ്ങി കളിച്ചുകൊണ്ട് മാത്രമാണ് ബാക്കി 2 പേരും ഇറങ്ങി കളിച്ചത്, അല്ലെങ്കിൽ 2 പേരും നിന്നിടത്ത് നിന്ന് കളിച്ചേനെ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ബിന്നിയുടെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്, ഒരു ആറ്റിറ്റ്യൂഡ്, അതൊക്കെയും ഈ ഗെയിമിനെ ഇപ്പോൾ ബോറടിച്ച് തുടങ്ങിയിരിക്കുന്ന ഈ സ്ട്രാറ്റജിയൊക്കെ ഒരുപാട് പൊളിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ കാണുന്നത് ജയിൽ നോമിനേഷനാണ്. അവിടെയും ഇവർക്ക് വിവരമില്ലേ എന്ന്
എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നിപ്പോകുന്നത് പോലെ അനുമോളെയും അനീഷിനെയുമാണ് ജയിൽ ടാസ്കിന് വേണ്ടിയിട്ട് ജയിലിലേക്ക് ഇവരെല്ലാവരും കൂടി ചേർന്ന് നോമിനേറ്റ് ചെയ്യുന്നത്. അനീഷ് ഓൾറെഡി ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ്, അനുമോളും അതേ സ്ട്രാറ്റജി പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2 ഒറ്റപ്പെടൽ സ്ട്രാറ്റജിക്കാരെ ഒരുമിച്ച് ഒരു ജയിലിലേക്ക് അയക്കുന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഈ ജയിൽ പരിപാടി കൊണ്ട് ഇവരെന്താണ് പ്രൂവ് ചെയ്യാൻ നോക്കിയിട്ടുള്ളത് എന്നെനിക്ക് മനസ്സിലായിട്ടില്ല. അനുമോളെ അങ്ങനെ ഒരു സ്ക്രീൻ സ്പേസ് കൂടുതൽ കിട്ടുന്ന ഒരു സ്പേസിലേക്ക് വിടുക എന്നുള്ളതായിരുന്നില്ല ഇവർ ചെയ്യേണ്ടിയിരുന്ന കാര്യം. അപ്പാനി ശരത്തിൻ്റെ ചില ഡയലോഗുകൾ, ശരിക്കും അത് അപ്പാനിയുടെ നന്മകൾ എന്ന് പറഞ്ഞൊരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കാൻ മാത്രമുള്ള ഡയലോഗുകളുണ്ട്. എന്തായാലും ഇതിൽ അക്ബറും അപ്പാനിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നടക്കുമ്പോൾ അക്ബർ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ മാത്രമേ വിശ്വാസമുള്ളൂ, ആരെപ്പോൾ പുറകിൽ നിന്ന് കുത്തുമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അപ്പാനി തിരിച്ചു പറയുന്നത് പറഞ്ഞിട്ട് ചെയ്യണേ അളിയ എന്നാണ്. അത്രയും നന്മയാണ് ആ മനുഷ്യൻ്റെ ഉള്ളിലുള്ളത്. എടാ നീ പുറകിൽ നിന്ന് കുത്തുകയാണെങ്കിലും എന്നോട് പറയണം. അപ്പം അക്ബർ അത് പറയാമെന്ന് പറയുന്നുണ്ട്. അത് അപ്പാനി വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും രസം. അതിനുശേഷം ഞാൻ ഭക്ഷണം കൊടുത്ത കുട്ടികൾ എൻ്റെ കൂടെ നിൽക്കുമെന്നൊക്കെ ആ മനുഷ്യൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആദിലയ്ക്കും നൂറയ്ക്കും ഭക്ഷണം വാരി കൊടുക്കുമ്പോൾ അവർ ആജീവനാന്തം ആ ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ കാണിക്കും. ഇതൊരു ഗെയിമാണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ലാത്ത ആ ഹൗസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അതൊരു പക്ഷേ രേണുവിനേക്കാൾ മുകളിൽ അപ്പാനി ശരത്തായിരിക്കും. ശരിക്കും നമ്മൾ കുട്ടിശങ്കറിൻ്റെ കാര്യം പറഞ്ഞ പോലെ വെറുപ്പിൻ്റെ അവസാനം നമുക്ക് കുട്ടിശങ്കറിനോട് ഇഷ്ടമായി എന്ന് പറയുന്ന പോലെ ഈ തുടക്കത്തിലെ കുറേ വെറുപ്പിക്കലുകളും ഡയലോഗുകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പാനി ശരത്തിനെ കാണുമ്പോൾ സാരമില്ല മക്കളെ എല്ലാം ശരിയാവും എന്ന് ആശ്വസിപ്പിക്കാൻ തോന്നുന്ന ആ ഒരു അവസ്ഥയിലേക്ക് അപ്പാനി ശരത്ത് മാറുന്നുണ്ട്. പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനമൊക്കെ പറഞ്ഞു തന്നു, ഭക്ഷണം കഴിച്ചു, പിന്നെ 1-2 ടാസ്ക് മറ്റേ പൂക്കളവിടൽ മത്സരമൊക്കെ പോലത്തെ കുഞ്ഞു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. സ്പോൺസേർഡ് പരിപാടികളാണ്. അപ്പോൾ ലോഗോ കാണിക്കുക എന്നുള്ളതാണ് അവിടുത്തെ പ്രധാന പരിപാടി. അതൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ജയിൽ ടാസ്ക് ആരംഭിക്കുന്നു. ഈ ജയിലിലേക്ക് ചെല്ലുന്ന സമയത്ത് അനുമോളുടെ കയ്യിലൊരു പാവയുണ്ട്. ജയിലെന്ന് പറയുന്നത് നമ്മൾ കഷ്ടതയും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിച്ച് നമ്മൾ നന്നായി വരാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷേ അവിടെ അനുമോളെ കംഫർട്ടബിൾ ആക്കുന്ന ഒരു കാര്യം, അനുമോളുടെ കയ്യിലൊരു പാവയുണ്ട്. ആരിനെ അതിനിട്ട് ഇടിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണോ അറിയില്ല, പാവ പിന്നെ നിലവിളിച്ച് കരച്ചിലാണല്ലോ. അതുകൊണ്ട് പാവയെ എടുത്തുകൊണ്ടാണ് അനുമോൾ ഇതിനകത്തേക്ക് കയറുന്നത്. അപ്പാനി ശരത്ത് ആ പാവയെ വലിച്ചെറിയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പേരിലും അനുമോൾ ഈ ദേഷ്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിലാവാത്തത് അപ്പാനി ശരത്ത് എന്തുകൊണ്ടാണ് ബിഗ് ബോസിനോട് സംസാരിക്കാത്തത്. പുള്ളിക്ക് എവിടെ ഒരു തോന്നലുണ്ട് നമ്മൾ ക്യാപ്റ്റനായാൽ പിന്നെ ബിഗ് ബോസിനോട് സംസാരിക്കാൻ പാടില്ല എന്ന്. കാരണം അനുമോൾ കാണിച്ചു കൂട്ടി എത്രയോ കാര്യങ്ങൾ പുള്ളിക്ക് ബിഗ് ബോസിനോട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമായിരുന്നു. ഈ വിഷയം വരുമ്പോഴും ബിഗ് ബോസ് ഇത് ജയിലാണ്, ജയിലിലേക്ക് പോകുമ്പോൾ പാവക്കുട്ടിയെ കൊണ്ടുപോകാമെങ്കിൽ ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാനും ഇഷ്ടമുള്ള മേക്കപ്പ് ഇടാനും കൂടിയുള്ള അവകാശം കൂടി കൊടുക്കാമല്ലോ. കാര്യം ഇതൊരാളെ കംഫർട്ടബിൾ ആക്കുന്ന കാര്യമല്ലേ. അതെന്തായാലും ചോദ്യം ചെയ്തിട്ടില്ല. അവരെല്ലാം ലേലുവല്ലു എന്ന് എഴുതി വെച്ചിട്ട് അവരുടെ ബാക്കി പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. എന്തായാലും അന്നത്തെ ദിവസം അവസാനിച്ചു. ഇനി നമുക്ക് അടുത്ത ദിവസം എങ്കിലും എന്തെങ്കിലും പുതുതായി വരുമെന്ന് പ്രതീക്ഷിക്കാം. എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇനിയിപ്പോൾ ലാലേട്ടം വന്നാലേ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുള്ളൂ. അതും പ്രൊമോയിലൊക്കെ മറ്റേ ഴും എഫക്റ്റൊക്കെ ഇട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ കാണിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ജിസേലിനെയും അനുമോളെയും പെട്ടെന്ന് പറഞ്ഞു വിടും എന്നെനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് 2 പേർക്കും അവരുടേതായിട്ടുള്ള വോട്ട് ബാങ്കുകളുണ്ട്. അത് ഏഷ്യാനെറ്റിനും ഹോട്ട്സ്റ്റാറിനും അതുപോലെ ബിഗ് ബോസിനും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരാളെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അവരുടെ ഫാൻസിൻ്റെ ഭാഗത്തുനിന്ന് ഹെയ്റ്റ് വരാനും സാധ്യതയുണ്ട്. പിന്നെ നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നത് ഇതിലാരാണ് എമേർജിങ് ഗെയിമേഴ്സായിട്ട് മാറുന്നത്, ഇതിലാരൊക്കെയാണ് തളരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കാണുക, അത് എൻജോയ് ചെയ്യുക എന്നൊക്കെയുള്ളതാണ്. ഇനി അഥവാ ലാലേട്ടം വന്നതിന് ശേഷവും എല്ലാ തവണയും പുള്ളി വന്നതിന് ശേഷം മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. എന്തായാലും ഇപ്രാവശ്യവും ലാലേട്ടം വന്നതിന് ശേഷം വലിയ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ ബീപ്പടിച്ച് വിടുകയാണെങ്കിൽ നല്ലതായിരുന്നു. കുറച്ചും കൂടി സമാധാനമുള്ള സഭ്യമായ ഭാഷയെങ്കിലും കേൾക്കാൻ പറ്റുമായിരുന്നു. ഇതിപ്പോൾ എന്തായാലും അതൊന്നും സംഭവിക്കുന്നില്ല. എനിക്ക് വീണ്ടും വീഡിയോ കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിതിനൊരു ഗെയിമായിട്ട് മാത്രം എടുക്കുക, ഗെയിം സ്ട്രാറ്റജി ആയിട്ട് എടുക്കുക. കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞത്, എൻ്റെ പൊന്നളിയ എനിക്കിപ്പോൾ സ്നേഹിക്കാനും പ്രേമിക്കാനും കല്യാണം കഴിക്കാനും വരെ പേടിയായി തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെയാണ്. കാരണം ആളുകളൊക്കെ ഇങ്ങനെ ഓരോ സ്ട്രാറ്റജികളൊക്കെ ഉപയോഗിക്കുന്ന കാണുമ്പോൾ ഇതൊക്കെ റിയൽ ലൈഫിലും ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ കേട്ടോ. ഇവരെല്ലാവരും ഗെയിം സ്ട്രാറ്റജി മാത്രമാണ് കാണിക്കുന്നത്. ഇതിനെ ഗെയിമായി കാണുക, സ്ട്രാറ്റജികളായിട്ട് കാണുക, ഇത് ലൈഫിലേക്ക് എടുക്കാതിരിക്കുക. പിന്നെ ഇതിൽ ഓരോരുത്തർ കാണിക്കുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ നോക്കാതിരിക്കുക. ചിലതൊക്കെ ഭയങ്കര മോശവും ഔട്ട്ഡേറ്റഡും അപകടകരവുമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് വീണ്ടും ഓർപ്പിക്കുകയാണ്. ശരിക്കും മറ്റേ ഈ അഡ്വഞ്ചറസ് കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ കൊടുക്കുന്ന പോലെ ഒരു വാർണിംഗ് ബിഗ് ബോസ് കൊടുത്താൽ നന്നായിരിക്കും. ജീവിതത്തിൽ അനുകരിക്കരുത്, അപകടം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പാറ്റേണുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന, ഇങ്ങനെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ ചില സ്ട്രാറ്റജികൾ ജീവിതത്തിൽ ഉപയോഗിച്ചേക്കാം. അങ്ങനെ നമ്മളൊന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ ചില ആളുകൾ കാണിക്കുന്നത് പക്ക റെഡ് ഫ്ലാഗുകളാണ്, വേറെ ചില ആളുകൾ കാണിക്കുന്നത് നമ്മൾ അടുപ്പിക്കാൻ കൊള്ളില്ല എന്ന് പറയുന്ന പോലത്തെ ആളുകളുടെ ചില സംഭവങ്ങളൊക്കെ എടുത്താണ് അവരിതിൽ ഉപയോഗിക്കുന്നത്. സ്ട്രാറ്റജിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ആ പാറ്റേണുകൾ ജീവിതത്തിലും ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സേഫായിട്ട് ഹാപ്പിയായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.